AD 1863 ഒരു വേനൽക്കാല ദിനം കിഴക്കൻ ഇംഗ്ലണ്ടിൽ സഫോക്കിലുള്ള എക്സ്നിങ് പട്ടണത്തിലെ ചെറിയ ചാപ്പലിൽ ലിസ മസ്ക് എന്ന സ്ത്രീയുടെ മകന്റെ മാമോദിസ ചടങ്ങിൽ നിന്നാണ് ലോകത്തിന് നമുക്ക് ഇതുവരെ അറിയാവുന്ന ഇലോൺ മസ്കിന്റെ കഥ ആരംഭിക്കുന്നത്. എക്സ്നിങ്ങിലെ ഒരു ധനിക കുടുംബത്തിലെ വീട്ടുവേലക്കാരിയായിരുന്നു ലിസ. തന്റെ മകന് ഹാരി എന്നാണ് പേരിട്ടിരുന്നത്. വിരലിൽ എണ്ണാവുന്ന ചിലർ മാത്രം പങ്കെടുത്ത ആ ചടങ്ങിനിടെ പുരോഹിതൻ കുട്ടിയുടെ അച്ഛന്റെ പേര് ചോദിച്ചെങ്കിലും അത് രജിസ്റ്ററിൽ ചേർക്കേണ്ടതായിരുന്നു ലിസയുടെ മറുപടി. ഇംഗ്ലണ്ടിൽ സാധാരണയായി കാണാറുള്ള ഒരു കുടുംബപ്പേരല്ല മസ്ക് എന്നത്. 1881 ഇംഗ്ലണ്ടിൽ നടന്ന സെൻസസിൽ മസ്ക് എന്ന സർനെയിമുള്ള 651 പേരുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. അതിൽ 190 സഫോക്കിലായിരുന്നു. അവരിൽ ആരുമാകാം ഹാരിയുടെ പിതാവ്. ലിസയുടെ പിതാവ് ഹെൻറി ഉപയോഗിക്കുന്നതും മസ്ക് എന്ന കുടുംബപ്പേരായതുകൊണ്ട് ലിസ തന്റെ മകൻ ഹാരി മസ്കിന് അത് നൽകിയതാവാം. എന്തായാലും പിതാവിന്റെ പേരെഴുതാതെ ലിസയുടെ മകന്റെ മാമോദിസ ചടങ്ങ് കഴിഞ്ഞു. ഹാരി തന്റെ സഹോദരങ്ങളായ ഇരട്ടകൾക്കൊപ്പം വളർന്നു. മാതാവ് ലിസ ലണ്ടനിലെ ഒരു പ്രഭു കുടുംബത്തിൽ വീട്ടുജോലിക്കായി പോയി. കൃഷിപ്പണിയും മേസ്തിരിപ്പണിയുമായി കൂടിയ ഹാരി 1889 മേരി ആൻ വൈമാനെ വിവാഹം കഴിച്ച് ടോട്ടൻഹാമിലേക്ക് പോയി. ആ സമയം ഒരു കല്ലാശാരിയായി ജോലി ചെയ്തിരുന്ന ഹാരിക്ക് തുച്ഛ വരുമാനം കൊണ്ട് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനാത്ത സ്ഥിതി വന്നു. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതി ആഫ്രിക്കയിലേക്കുള്ള ഇംഗ്ലീഷ് കുടിയേറ്റത്തിന്റെ കാലം കൂടിയായിരുന്നു. വ്യാവസായിക വിപ്ലവത്തിന്റെ പാരമ്യത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം യൂറോപ്പിൽ നിറഞ്ഞൊഴുകുന്ന കാലം. ജോനസ്ബർഗിൽ കണ്ടുപിടിക്കപ്പെട്ട പുതിയ സ്വർണ്ണഖനികളും കിംബർലിയിലെ വജ്രങ്ങളും ബ്രിട്ടീഷുകാരെ കൂട്ടമായി ദക്ഷിണാഫ്രിക്കയിലേക്ക് ആകർഷിച്ചു. ദക്ഷിണാഫ്രിക്കയിൽ ഇംഗ്ലീഷുകാർക്ക് അക്കാലത്ത് കാര്യങ്ങൾ എളുപ്പവുമായിരുന്നില്ല. തങ്ങളുടെ നാടും സംസ്കാരവും ഉഴുതുമറിച്ച് ഇതുവരെ തങ്ങൾ കാണാത്ത ലോഹങ്ങൾക്ക് വേണ്ടി ഭൂമി മുഴുവൻ കുഴിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ ദക്ഷിണാഫ്രിക്കയിൽ ദേശീയവും ഗോത്രപരവുമായ യുദ്ധങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. അത് രണ്ടാം ആംഗ്ലോ ബോയർ യുദ്ധത്തിലേക്ക് വികസിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഹാരി മസ്കിന് തന്റെ ദക്ഷിണാഫ്രിക്കൻ യാത്ര ആസൂത്രണം ചെയ്യേണ്ടിയിരുന്നത്. അവിടെ തന്റെ ഭാഗ്യം പരീക്ഷിക്കാമെന്നും മെച്ചപ്പെട്ട സമ്പാദ്യമുണ്ടാക്കാനാകുമെന്നും അദ്ദേഹം കരുതി. അങ്ങനെ ഹാരിയും ഭാര്യ മേരിയും മക്കളായ വില്യം, എല്ലൻ എന്നിവരും കേപ്പ് ടൗണിലേക്ക് കപ്പൽ കയറി. എന്നാൽ നിർഭാഗ്യവാന്മാരായ ആയിരക്കണക്കിന് ഇംഗ്ലീഷുകാരെ പോലെ ഹാരിയും കുടുംബവും പ്രിട്ടോറിയയിലെ കോളനിപ്പുരകളിലാണ് എത്തിച്ചേർന്നത്. കേപ്പ് ടൗണിലെ കടൽ തീരത്ത് സമ്പന്നരായ ഇംഗ്ലീഷുകാർ നിർമ്മിച്ചുകൊണ്ടിരുന്ന കെട്ടിടങ്ങളിലൊന്നിൽ കല്ലാശാരിയായി ഹാരി ജോലിക്ക് കയറി. 1917 അവർക്ക് മൂന്നാമത്തെ സന്താനമായ ഒരു മകൻ ജനിച്ചു, വാൾട്ടർ ഹെൻറി ജെയിംസ് മസ്ക്. അതേ വർഷം സെപ്റ്റംബർ 12 ട്രാൻസ്വാൾ പ്രവിശ്യയിലെ ഒരു ആശുപത്രിയിൽ വെച്ച് ഹാരി മസ്ക് മരിച്ചു. ചെറുപ്പം മുതലേ വാൾട്ടർ മസ്കിന് യന്ത്രങ്ങളോട് വലിയ പ്രതിപത്തിയായിരുന്നു. മാഞ്ചസ്റ്ററിലും ലണ്ടനിലും മാത്രം ഒതുക്കാതെ വ്യാവസായിക വിപ്ലവം തങ്ങളുടെ കോളനികളിലേക്കും വ്യാപിപ്പിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ പക്ഷേ പിതാവിനെ പോലെ വാൾട്ടറിന് അലയേണ്ടി വന്നില്ല. കാരണം അക്കാലത്ത് ദക്ഷിണാഫ്രിക്കയ്ക്ക് നിരവധി എഞ്ചിനീയർമാരെ ആവശ്യമായിരുന്നു. യന്ത്രങ്ങളോടുള്ള ഇഷ്ടം വാൾട്ടറിന് തുണയായി. വെള്ളക്കാരന്റെ പ്രിവിലേജിൽ വാൾട്ടറിന് മികച്ച വിദ്യാഭ്യാസം ലഭിച്ചു. 1932 കേപ്പ് ടൗണിലെ വ്യാവസായിക വൃത്തങ്ങളിൽ നല്ല ഡിമാൻഡുള്ള ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ എഞ്ചിനീയറായി വാൾട്ടർ മാറിയിരുന്നു. രണ്ടാം ലോകമഹായുദ്ധമെത്തി. മെക്കാനിക്കൽ എഞ്ചിനീയറായ വാൾട്ടറിനെ ഈജിപ്തിലെ മിലിറ്ററി ഇന്റലിജൻസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ബ്രിട്ടൻ നിയോഗിച്ചു. ജർമ്മനിയുടെയും ഇറ്റലിയുടെയും രഹസ്യ വയർലെസ് സന്ദേശങ്ങൾ ചോർത്തുകയും അത് വ്യാഖ്യാനം ചെയ്യലുമായിരുന്നു ജോലി. അതിൽ അദ്ദേഹം ശോഭിച്ചു. യുദ്ധം അവസാനിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മിലിറ്ററി യൂണിഫോമിൽ 4 കീർത്തിമുദ്രകൾ ഉണ്ടായിരുന്നു, ആഫ്രിക്കൻ സർവീസ് മെഡൽ ഉൾപ്പെടെ. യുദ്ധവീരനായി ദക്ഷിണാഫ്രിക്കയിൽ തിരിച്ചെത്തിയ വാൾട്ടറിന് രാജകീയ സ്വീകരണമായിരുന്നു. പ്രഭു കുടുംബങ്ങൾ അദ്ദേഹത്തിന് വിരുന്ന് നൽകാൻ മത്സരിച്ചു. 1944 മെയ് 6 ജോനാസ്ബർഗിലെ ആംഗ്ലിക്കൻ പള്ളിയിൽ വെച്ച് ഒരു സമ്പന്ന ബ്രിട്ടീഷ് കുടിയേറ്റക്കാരന്റെ മകളായ കോറ അമീലിയ റോബിൻസനെ വാൾട്ടർ മസ്ക് വിവാഹം കഴിച്ചു. അവർക്ക് 2 ആൺമക്കൾ ജനിച്ചു, എറോൾ ഗ്രഹാം മസ്ക്, മൈക്കിൾ മസ്ക് എന്നിവർ. ഇതിൽ എറോൾ ഗ്രഹാം മസ്ക് ആണ് നമ്മുടെ കഥാനായകൻ ഇലോൺ മസ്കിന്റെ പിതാവ്. പിതാവിനെപ്പോലെ ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ എഞ്ചിനീയറായിട്ടാണ് തന്റെ ദക്ഷിണാഫ്രിക്കൻ ഔദ്യോഗിക ജീവിതത്തിന് എറോൾ ഗ്രഹാം മസ്ക് തുടക്കമിട്ടത്. എന്നാൽ ദക്ഷിണാഫ്രിക്കയിലെ ശബ്ദവും പൊടിയും നിറഞ്ഞ ഫാക്ടറികളുടെ അന്തരീക്ഷത്തിൽ അദ്ദേഹം തൃപ്തനായിരുന്നില്ല. ഒരു വ്യവസായിയാവുക എന്ന തൻ്റെ എക്കാലത്തെയും സ്വപ്നം രൂപപ്പെടുത്താനാണ് ആദ്യ വർഷങ്ങൾ എറോൾ മസ്ക് ചെലവഴിച്ചത്. അധികം വൈകാതെ അദ്ദേഹം ജോലി ഉപേക്ഷിച്ചു. ആദ്യ സംരംഭം ഒരു പ്രോപ്പർട്ടി ഡെവലപ്പറായിട്ടായിരുന്നു. അത് വൻ നഷ്ടത്തിൽ കലാശിച്ചതോടെ ഒരു പ്രോപ്പർട്ടി കൺസൾട്ടൻ്റായി. അതും വേരുപിടിക്കാതായതോടെ ഒരു അമേച്ചർ പൈലറ്റ് ലൈസൻസ് നേടി ചെറിയ ചരക്ക് വിമാനങ്ങൾ ആഫ്രിക്കയിലെമ്പാടും പറപ്പിച്ചു നടന്നു. അതിലും മനസ്സുറയ്ക്കാതെ ഒരു ചെറുകപ്പലിൻ്റെ ക്യാപ്റ്റനായി എറോൾ മസ്ക് ജോലിക്ക് കയറി. അക്കാലത്ത് എറോൾ മസ്കിൻ്റെ സുഹൃത്തുക്കൾ പിന്നീട് വെളിപ്പെടുത്തിയത് എന്തിലും പെട്ടെന്ന് താല്പര്യം നഷ്ടപ്പെടുന്ന എന്നാൽ മികച്ച സാങ്കേതിക ജ്ഞാനമുണ്ടായിരുന്ന ഒരാളായിരുന്നു അയാളെന്നാണ്. എന്നാൽ അയാളുടെ പ്രവചനാതീതമായ മാനസികാവസ്ഥ ആഫ്രിക്കയിൽ ചെലവാകുന്ന ഒന്നായിരുന്നില്ല. കാണുന്നവരോടെല്ലാം എറോൾ മസ്കിന് വഴക്കടിക്കേണ്ടി വന്നു. ഈ അരാജക ജീവിതം തുടരുന്നതിനിടെ എറോൾ മസ്ക് 1970 ഒരു സമ്പന്ന കനേഡിയൻ കുടിയേറ്റക്കാരൻ്റെ മകളും മോഡലും ഡയറ്റീഷ്യനുമായ മെയ് ഹാൽഡമാനെ വിവാഹം കഴിച്ചു. അധികം വൈകാതെ അവർക്ക് 3 കുട്ടികൾ ജനിച്ചു, എലോൺ മസ്ക്, കിംബൽ മസ്ക്, ടോസ്ക മസ്ക് എന്നിവർ. 1971 ജൂൺ 28 എലോൺ മസ്കിന്റെ ജനനം. അരാജക ജീവിയായ എറോളിന്റെയും തന്റെ കരിയറിൽ പരിധിയില്ലാതെ ഉയർച്ച ആഗ്രഹിച്ച ഹാൽഡമാന്റെയും വിവാഹ ജീവിതം സംഘർഷഭരിതമായിരുന്നു. മക്കളുടെ മുന്നിൽ വെച്ച് തന്നെ അടിയും പിടിയും തുടർന്നു. ഇനിയും എറോളിനെ സഹിക്കാനാകാതെ 1979 മെയ് ഹാൽഡമാൻ വിവാഹമോചനത്തിന് നോട്ടീസ് നൽകി.
ഇളയ 2 മക്കളെ കൂടെ കൊണ്ടുപോയി. മൂത്ത മകനായ എലോൺ അച്ഛനോടൊപ്പം താമസിക്കാനാണ് തീരുമാനിച്ചത്. ജീവിതകാലം മുഴുവൻ താൻ ദുഃഖിക്കാൻ ഇടവന്ന തീരുമാനമായിരുന്നു അതെന്ന് പിന്നീട് എലോൺ മസ്ക് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ ജീവിതത്തിലുടനീളം എലോൺ മസ്ക് പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന അസ്ഥിരതയും അസഹിഷ്ണുതയും രൂപപ്പെട്ടത് അച്ഛനോടൊപ്പമുള്ള ഈ കൗമാരകാലത്തായിരുന്നു. എറോൾ തൻ്റെ മകന് ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും മികച്ച സൗകര്യങ്ങളും വിദ്യാഭ്യാസവും ഭൗതിക ഉത്തേജനങ്ങളും നൽകിയിരുന്നു എന്നത് സത്യമാണ്. സങ്കീർണമായ എഞ്ചിനീയറിംഗ് വിഷയങ്ങൾ ചർച്ച ചെയ്യാനും ഭൗതികശാസ്ത്രത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ നിർദ്ദേശിക്കാനും മകൻ്റെ ജിജ്ഞാസയെ പ്രോത്സാഹിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്നാൽ എലോൺ തന്നെ പിന്നീട് വിശേഷിപ്പിച്ചത് അച്ഛൻ ഒരു അതീവ വൈകാരികമായി പെരുമാറുന്ന രാക്ഷസനാണെന്നായിരുന്നു. എന്ത് ക്രൂരതയും വഞ്ചനയും ചെയ്യാൻ കഴിവുള്ള മനുഷ്യനെന്ന് പോലും അച്ഛനെ വിശേഷിപ്പിച്ചിട്ടുണ്ട് എലോൺ മസ്ക്. നിഴലും വെളിച്ചവും ചേർന്ന അച്ഛനെന്ന ഉത്തരം കിട്ടാത്ത ചോദ്യം എലോണിൻ്റെ കൗമാരത്തെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു. ഇതിനിടെ എലോൺ മസ്കിൻ്റെ സംരംഭങ്ങൾ എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് കുതിക്കുന്നുണ്ടായിരുന്നു. ആഫ്രിക്കൻ കാടുകളിലെ മുഴുവൻ സീബ്രകളുടെയും തൊലി നൽകാമെന്ന് പറഞ്ഞവരെ പലരിൽ നിന്നും അഡ്വാൻസ് വാങ്ങിക്കുന്ന തരം ഒരു മനുഷ്യൻ. ഇതിനിടെ സാംബിയയിലെ ഒരു എമറാൾഡ് ഖനിയിൽ എറോൾ പണം നിക്ഷേപിച്ചു. ഇതൊന്നും അയാൾ മകനുമായി ചർച്ച ചെയ്തിരുന്നില്ല. എലോണിൻ്റെ ജീവിതത്തിൽ പിതാവ് ഒരു വിരോധാഭാസമായി തുടർന്നപ്പോഴാണ് ഏതു വിധേനയും ദക്ഷിണാഫ്രിക്ക വിടുക എന്ന ഒറ്റ പോംവഴിയിലേക്ക് ആ കൗമാരക്കാരൻ എത്തുന്നത്. അച്ഛൻ സ്നേഹത്തിലൂടെയോ അറിവിലൂടെയോ തനിക്ക് പ്രചോദനം നൽകില്ലെന്ന് എലോൺ അമ്മയെ അറിയിച്ചു. 1980കളുടെ മധ്യത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും പ്രശസ്തമായ സ്കൂളായ ബ്രിട്ടോറിയ ബോയ്സ് ഹൈസ്കൂളിലേക്കാണ് പിതാവ് എലോണിനെ അയച്ചത്. കൊളോണിയൽ പാരമ്പര്യം പേർന്ന അക്കാഡമിക് മികവിനും കർശനമായ അച്ചടക്കത്തിനും പേരുകെട്ട ഹൈവെൽഡിലേക്ക് പറിച്ചു നട്ട ഒരു ബ്രിട്ടീഷ് പബ്ലിക് സ്കൂളായിരുന്നു അത്. ആൺകുട്ടികൾ അവിടെ സ്ഥിരമായി തിരഞ്ഞെടുത്തിരുന്ന ഉപരിപഠന മേഖലകൾ നിയമം, എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സിവിൽ സർവീസ് ആയിരുന്നു. ആദ്യ വർഷങ്ങളിൽ പിതാവിൻ്റെ തീക്ഷ്ണമായ ശൈലികളിൽ നിന്നുള്ള മോചനമായി മാത്രമാണ് എലോൺ പ്രിട്ടോറിയ ഹൈസ്കൂളിൻ്റെ ഇടനാഴികളെ കണ്ടത്. പിതാവ് തനിക്ക് വാഗ്ദാനം ചെയ്ത മനോഹരമായ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളൊന്നും അപ്പോൾ എലോൺ മസ്കിൽ ഏശിയില്ല. തൻ്റെ വഴിമുടക്കി നിൽക്കുന്ന മനുഷ്യനിൽ നിന്നും ഒളിച്ചോടുക എന്ന ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് അപ്പോഴേക്കും എലോൺ മസ്ക് എത്തിയിരുന്നു. എലോൺ തൻ്റെ 14ാമത്തെ വയസ്സിലാണ് പ്രിട്ടോറിയ സ്കൂളിലെത്തുന്നത്. അവിടെ മസ്കിന് താല്പര്യമില്ലാത്ത ഏറെ വിഷയങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. അയാൾക്കതിലൊന്നും ശ്രദ്ധയുണ്ടായിരുന്നില്ല. എപ്പോഴും അധ്യാപകരുടെയും ടീച്ചിങ് സൂപ്പർവൈസർമാരുടെയും ശിക്ഷാ നടപടികൾക്ക് അയാൾ വിധേയനായി. എന്നാൽ അക്കാലത്ത് മസ്കിനെ ഏറെ ആകർഷിച്ച ഒരു ഉപകരണം ആ സ്കൂൾ ലാബിലുണ്ടായിരുന്നു. ഒരു കമ്മഡോർ VIC-20 പേഴ്സണൽ കമ്പ്യൂട്ടർ. ആ കമ്പ്യൂട്ടർ സ്കൂളിലെത്തിയ ദിവസം മസ്കിന് ഓർമ്മയുണ്ട്. തൻ്റെ ക്ലാസ്സിൽ നിന്നും ആ കമ്പ്യൂട്ടർ പരിചയപ്പെടുത്താൻ കൊണ്ടുപോയതും വിദ്യാർത്ഥികൾ അതിൻ്റെ പെർഫോമൻസ് കണ്ട് ആർപ്പ് വിളിച്ചതും. എന്നാൽ വന്ന് അധികം കഴിയും മുമ്പേ വിദ്യാർത്ഥികൾക്ക് ആ പുതിയ സംഗതിയിൽ കൗതുകം നഷ്ടപ്പെട്ടിരുന്നു. ലാബിൻ്റെ ചുമതലക്കാരനായ സൂപ്പർവൈസർക്ക് ചില്ലറ കൈമടക്ക് നൽകി മണിക്കൂറുകളോളം കമ്മഡോർ പേഴ്സണൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കാനുള്ള അവസരം മസ്ക് സൃഷ്ടിച്ചു. അത്തരമൊന്ന് തൻ്റെ വീട്ടിൽ വാങ്ങുന്നതിന് പിതാവിനെ നിർബന്ധിക്കാൻ തുടങ്ങി. ഏതോ നല്ല സമയത്ത് എതിർപ്പുകൾ ഉണ്ടാക്കാതെ എറോൾ മസ്ക് മകനത് വാങ്ങി നൽകി. ഇന്ന് അതിപ്രാകൃതമെന്ന് കണ്ടാൽ തോന്നുന്ന ആ പേഴ്സണൽ കമ്പ്യൂട്ടർ പിന്നെ എലോൺ മസ്കിൻ്റെ ലോകമാവുകയായിരുന്നു. ബേസിക് കമ്പ്യൂട്ടർ ലാംഗ്വേജിൻ്റെ ഏതാനും സെഷനുകൾ സ്കൂളിൽ നിന്നും ലഭിച്ചിരുന്നു. ആ അറിവ് വികസിപ്പിക്കാനായിരുന്നു മസ്കിൻ്റെ ശ്രമം. 6 മാസത്തിനുള്ളിൽ ബേസിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ആ 15 വയസ്സുകാരന് കൈത്തഴക്കം വന്നു. പാക്മാൻ പോലുള്ള വീഡിയോ ഗെയിമുകൾ പ്രചാരത്തിലായ സമയമായിരുന്നു അത്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ വിദഗ്ധനായതോടെ ഒരു വീഡിയോ ഗെയിം വികസിപ്പിക്കാനായി എലോൺ മസ്ക് ശ്രമം തുടങ്ങി. അതും വിജയമായി. 10 മാസത്തിനുള്ളിൽ ബ്ലാസ്റ്റ് എന്നു പേരുള്ള മസ്കിൻ്റെ സ്വന്തം കമ്പ്യൂട്ടർ ഗെയിം തയ്യാറായി. സാങ്കേതികമായി ചില പാകപ്പിഴവുകൾ ഉണ്ടായിരുന്നെങ്കിലും അതാരും തെറ്റു പറയാത്തൊരു ഗെയിമായിരുന്നു. അധികം വൈകാതെ ബ്ലാസ്റ്റിന് ആവശ്യക്കാരെത്തി. $500 മസ്ക് തൻ്റെ വീഡിയോ ഗെയിം അയൽക്കാരന് വിറ്റു. മസ്കിൻ്റെ ആദ്യ സമ്പാദ്യം. ഇതോടെ തൻ്റെ പേഴ്സണൽ കമ്പ്യൂട്ടർ നൽകുന്ന അനന്ത സാധ്യതകളിലേക്ക് എലോൺ മസ്ക് പൂർണ്ണമായും ആണ്ടിറങ്ങി. അമ്മയില്ലാത്ത തൻ്റെ വലിയ വീട്ടിലെ ആ ചെറിയ മുറിയെ അച്ഛനിൽ നിന്നും ഒളിച്ചിരിക്കാൻ മസ്കിന് കമ്പ്യൂട്ടർ മാത്രമായിരുന്നു കൂട്ട്. സ്കൂൾ ഓരോ ദിവസം കഴിയും തോറും മസ്കിന് കൂടുതൽ അസഹ്യമായി തോന്നിത്തുടങ്ങി. സ്കൂളിലെ മറ്റാൺകുട്ടികൾ റഗ്ബിയിലോ പാർട്ടികളിലോ മുങ്ങിത്താഴുമ്പോൾ എലോൺ ഐസക് അസിമോവിന് വായിക്കുകയായിരുന്നു. റോക്കറ്റ് പ്രൊപ്പൽഷൻ്റെ സങ്കീർണതകളിലും ഭൗതികശാസ്ത്രം മനുഷ്യന് ചിറകുകൾ നൽകുന്നതുമായിരുന്നു മസ്കിൻ്റെ ഭാവനയെ. സ്വന്തം ലോകത്ത് എത്ര നേരം വേണമെങ്കിലും തനിച്ചിരിക്കാൻ സാധിക്കുന്നവനായിരുന്നു അന്നത്തെ എലോണെന്ന് പിന്നീട് ഒരു സഹപാഠി ഓർത്തെടുത്തിട്ടുണ്ട്. ക്ലാസ്സുകൾ നടക്കുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ സ്കൂളിന് പുറത്തെ വയലിൽ സ്വയം സംസാരിച്ച് എലോൺ നടക്കുന്നത് കാണാമായിരുന്നു. എന്നാൽ മസ്കിൻ്റെ ഈ ഏകാന്ത സ്വഭാവം അവനെ സ്ഥിരമായി ബുള്ളിയിങ്ങിനിരയാക്കി. അത് ദിനംപ്രതി വർദ്ധിച്ചു വന്നു. 15 വയസ്സുള്ളപ്പോൾ സ്കൂൾ മുറ്റത്ത് ഒരു കൂട്ടം മുതിർന്ന ആൺകുട്ടികൾ മസ്കിനെ വളഞ്ഞു. ഒരു പ്രകോപനവുമില്ലാതെ അവനെ കഠിനമായി മർദ്ദിച്ചു. എലോണിൻ്റെ ബോധം നഷ്ടപ്പെട്ടു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എലോൺ മസ്കിൻ്റെ മൂക്കിൻ്റെ അസ്ഥികൾ തകർന്നിരുന്നു. തുടരെ 3 ശസ്ത്രക്രിയകളാണ് അവന് നടത്തേണ്ടി വന്നത്. അന്ന് എലോൺ മസ്കിന് ക്ലാസ്സിൽ ഒരേ ഒരു സുഹൃത്തേ ഉണ്ടായിരുന്നു. ഈ സംഭവം ഉണ്ടായതിനു ശേഷം ആ സുഹൃത്ത് തന്നെ വിട്ട് തന്നെ മർദ്ദിച്ചവർക്കൊപ്പം ചേർന്നത് എലോണിനെ ഏറെ വേദനിപ്പിച്ച സംഭവമായിരുന്നു. വഞ്ചനയുടെ വേദനാജനകമായൊരു പാഠമായിരുന്നു അത്. മനുഷ്യരെക്കാൾ യന്ത്രങ്ങളെ വിശ്വസിക്കാനും വികാരത്തെക്കാൾ യുക്തിക്ക് പ്രാധാന്യം കൊടുക്കാനും തന്നെ പ്രേരിപ്പിച്ചത് ആ വഞ്ചനയായിരുന്നുവെന്ന് എലോൺ പിന്നീട് ഓർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ടും പ്രിട്ടോറിയ ബോയ്സ് ഹൈസ്കൂളിൽ മസ്ക് പൂർണ്ണമായും ഒരു പരിഹാസ്യ കഥാപാത്രമായിരുന്നു. ഗണിതശാസ്ത്രത്തിലും ഭൗതികശാസ്ത്രത്തിലും എലോൺ മസ്ക് ആ സ്കൂളിലെ പകരക്കാരില്ലാത്ത പ്രതിഭയായിരുന്നു.
അന്നത്തെ ഒരു അധ്യാപകൻ എലോണിനെ ബുദ്ധിമാനായ പക്ഷെ അല്പം അകന്നു നിൽക്കുന്ന, മുഴുവൻ പാഠങ്ങളുടെയും അടിസ്ഥാന തത്വങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള വിദ്യാർത്ഥിയെന്നാണ് ഓർമ്മിച്ചെടുത്തത്. ഈ സമയം വീടും നരകമായി മാറുന്നുണ്ടായിരുന്നു. ഒറ്റപ്പെടലും പിതാവിൻ്റെ കുത്തഴിഞ്ഞ ജീവിതവും എലോണിനെ കൂടുതൽ അരക്ഷിതനാക്കി. അവൻ കാനഡയിലുണ്ടായിരുന്ന അമ്മയെ ബന്ധപ്പെട്ടു. അവൻ തയ്യാറെടുക്കുകയായിരുന്നു. സ്കൂളിൽ നിന്ന്, പ്രിട്ടോറിയയിൽ നിന്ന്, കേപ്പ് ടൗണിൽ നിന്ന്, ദക്ഷിണാഫ്രിക്കയിൽ നിന്ന്, അച്ഛനിൽ നിന്ന് അകന്നു പോകാനും ഇനി ഒരിക്കലും തിരിച്ചു വരാതിരിക്കാനുമുള്ള തീരുമാനമാണ് അവൻ അമ്മയോട് സംസാരിച്ചത്. അവന് വേദന മടുത്തിരുന്നു. അവൻ്റെ മൂക്ക് മുതൽ ഹൃദയം വരെ വേദനയിൽ നുറുങ്ങുകയായിരുന്നു. 1988 തനിക്കിനിയും താങ്ങാനാവാത്തൊരു ജീവിതത്തിൻ്റെയും സങ്കല്പിക്കാൻ പോലും ധൈര്യമില്ലാത്ത ഭാവിയുടെയും അഗാധതയിൽ നിന്ന് എലോൺ മസ്ക് പറന്നുയർന്നു. വളരെ വലുതാവാൻ ആഗ്രഹിക്കുന്ന തൻ്റെ സാധ്യതകളെ ഞെരിച്ചമർത്തുന്ന ആ വർണ്ണവിവേചനത്തിൻ്റെ നാട്ടിലേക്ക് താൻ ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ലെന്ന് എലോണിന് അറിയാമായിരുന്നു. എലോണിൻ്റെ അമ്മ മെയ് ഹാൽഡമാന് കാനഡയിലെ സസ്കാച്ചവാനിൽ കുടുംബവേരുകളുണ്ട്. അതുകൊണ്ട് തന്നെ ജനനം മുതൽ അവർക്ക് കനേഡിയൻ പൗരത്വത്തിന് അവകാശമുണ്ടായിരുന്നു. ഇതുപയോഗിച്ച് മകന് കാനഡയിൽ പഠനം തുടരാനുള്ള മാർഗമാണ് മെയ് ഹാൽഡമാൻ ഒരുക്കിക്കൊടുത്തത്. തൻ്റെ പാസ്പോർട്ടിൽ ദക്ഷിണാഫ്രിക്കയുടെ എക്സിറ്റ് സ്റ്റാമ്പ് പതിയുന്നത് എലോൺ മസ്ക് കണ്ടുനിന്നു. തനിക്ക് ഇതുവരെയായി തൻ്റെ അച്ഛനോട് പ്രകടിപ്പിക്കാൻ കഴിയാതെ പോയ അമർഷവും പകയും ആ ഒരൊറ്റ സ്റ്റാമ്പിൽ തീരുന്നതിൻ്റെ തൽക്ഷണ നിർവൃത്തി അവൻ ആസ്വദിച്ചു. വിമാനത്തിലിരിക്കുമ്പോൾ തൻ്റെ കഴിഞ്ഞുപോയ 16 വർഷങ്ങളെക്കുറിച്ചാണ് എലോൺ മസ്ക് കൂടുതൽ ഓർത്തത്. കാനഡയിൽ, വിശാലമായ പാശ്ചാത്യ ലോകത്തെ, സ്വാതന്ത്ര്യത്തിൻ്റെയും അവസരങ്ങളുടെയും ആ പറുദീസയിൽ തന്നെ കാത്തിരിക്കുന്നത് എന്താണെന്നതിന് എലോൺ മസ്ക് വലിയ പ്രാധാന്യം കൽപ്പിച്ചില്ല. കാനഡയിൽ ഒഴുക്കിനൊത്ത് നീങ്ങുക, കഠിനമായി അധ്വാനിക്കുക എന്ന് മാത്രമാണ് അമ്മ അവനെ ഉപദേശിച്ചിരിക്കുന്നത്. 1989 എലോൺ മസ്കിൻ്റെ കുടിയേറ്റം കാനഡ ഔദ്യോഗികമായി അംഗീകരിച്ചത്. അന്ന് എലോൺ മസ്കിന് 17 വയസ്സ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഒരു ഡഫൽ ബാഗ് മാത്രമാണ് മസ്ക് കൂടെ കൊണ്ടുപോയത്. അതിൽ അവനിഷ്ടമുള്ള ചില പുസ്തകങ്ങൾ, ഐസക് അസിമോവ്, നിക്കോളാസ് ടെസ്ല, ഐൻസ്റ്റീൻ എന്നിവരെക്കുറിച്ച് കൂടെ കരുതിയിരുന്നു. അച്ഛൻ്റെ കയ്യിൽ നിന്നും $1 പോലും അവൻ വാങ്ങിയില്ല. താനുണ്ടാക്കിയ ആദ്യത്തെ വീഡിയോ ഗെയിം വിറ്റ വകയിൽ കിട്ടിയ $500 കയ്യിലുണ്ട്. കാനഡയിൽ ശ്വസിക്കുന്ന വായു പോലും എലോൺ മസ്കിന് അപരിചിതമായിരുന്നു. അതിന് കൂടുതൽ തണുപ്പും സ്വാതന്ത്ര്യവും സാധ്യതകളും ഉണ്ടായിരുന്നു. കാനഡയിലെത്തിയ ആദ്യത്തെ ആഴ്ച എവിടെ ഉറങ്ങുമെന്നോ, എവിടെ ജോലി കണ്ടെത്തുമെന്നോ, എല്ലാ ദിവസവും എങ്ങനെ ഭക്ഷണം കഴിക്കുമെന്നോ എലോൺ മസ്കിന് ഒരു ഊഹവും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവന് ഭയമില്ലായിരുന്നു. വിശപ്പ് സ്വാതന്ത്ര്യത്തിന് നൽകേണ്ട ഒരു ചെറിയ വിലയാണെന്ന പാഠം അപ്പാർത്തൈഡ് ആഫ്രിക്ക അവനെ പഠിപ്പിച്ചിട്ടുണ്ട്. കാനഡയിലെ ആദ്യ വേനൽക്കാലം വിയർപ്പിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും പിന്നെ മസ്കിന് ജന്മനാ കൂടെയുള്ള പേശിവേദനയുടെയും ഒരു മങ്ങിയ കാലമായിരുന്നു. പഠനം തുടരേണ്ടതുണ്ട്, അതിന് പണം വേണം. എന്നാൽ പ്രത്യേകിച്ചൊരു സ്ഥിരജോലി കണ്ടെത്താൻ മസ്കിന് സാധിച്ചില്ല. പകൽ മുഴുവൻ അവൻ സസ്കാച്ചവാനിലെ ഫാമുകളിൽ ചെറിയ ജോലികൾ ചെയ്തു. ഒരു 17 വയസ്സുകാരനേക്കാൾ ഭാരമുള്ള ധാന്യസഞ്ചികൾ ചുമക്കലായിരുന്നു ജോലി. അവൻ കളപ്പുരകൾ കോരിമാറ്റി, ബോയിലറുകൾ വൃത്തിയാക്കി, കൊടുംചൂടിൽ തടികൾ വെട്ടി. വിളറിയ അവൻ്റെ കയ്യിൽ പോളകൾ രൂപപ്പെട്ടു. അവൻ ഇതുവരെയായിട്ടും റോക്കറ്റുകൾ നിർമ്മിച്ചിട്ടില്ല. പക്ഷേ എപ്പോഴെങ്കിലും അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ അത് ചെയ്യാൻ കഴിയുന്നൊരു മനുഷ്യനെ സസ്കാച്ചവാനിൽ മസ്ക് സ്വയം നിർമ്മിക്കുകയായിരുന്നു. കയ്യിലുള്ളതും ജോലി ചെയ്തതും ചേർത്ത് ഒരു ചെറിയ സമ്പാദ്യമായി അമ്മ കുറച്ച് പണം അയച്ചു. 1989 ശരത്കാലത്ത് ഒൻറ്റാറിയോയിലെ ക്വീൻസ് യൂണിവേഴ്സിറ്റിയിൽ എലോൺ മസ്ക് ചേർന്നു. പടിഞ്ഞാറൻ അക്കാഡമിക് ലോകത്തേക്കുള്ള മസ്കിൻ്റെ ആദ്യത്തെ ചുവടുവെപ്പായിരുന്നു അത്. പ്രിട്ടോറിയ ഹൈസ്കൂൾ പോലെ കാഴ്ചകൾക്ക് എപ്പോഴും മങ്ങലുള്ളൊരു സ്ഥലം. തനിക്ക് ദക്ഷിണാഫ്രിക്കയിലെ എന്നല്ല, കാനഡയിലെ എന്നല്ല, ലോകത്തിലെ ഒരിടത്തെയും ക്ലാസ് മുറികൾ സഹിക്കാനാകില്ലെന്ന് എലോൺ മസ്ക് ആദ്യ ദിവസം തന്നെ തിരിച്ചറിഞ്ഞു. ക്ലാസ് മുറികളല്ല തൻ്റെ ലോകം. തനിക്ക് പറ്റിയ ആളുകളെയും അവസരങ്ങളെയും തിരിച്ചറിയാനുള്ള ശേഷി വരുന്നൊരു ദിവസം ഇവിടെ വിടുമെന്ന് അവൻ തീരുമാനിച്ചു. എന്നാൽ പതിയെ പതിയെ അവൻ ക്വീൻസ് സ്കൂൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി. മുഴങ്ങുന്ന അതിൻ്റെ ഇടനാഴിയിലെ ഓരോ പ്രഭാഷണവും, ഓരോ പുസ്തകവും, ഓരോ സംവാദവും അവൻ്റെ ഉള്ളിൽ കൊണ്ടു നടന്ന മനോഹരമായ ഭാവിയിലേക്കുള്ള ഇന്ധനമായി മാറുകയായിരുന്നു. സാമ്പത്തിക ശാസ്ത്രവും ഭൗതിക ശാസ്ത്രവുമാണ് ക്വീൻസിൽ എലോൺ മസ്ക് ഇഷ്ടവിഷയങ്ങളായി തിരഞ്ഞെടുത്തത്. ക്വീൻസിൻ്റെ ഇടനാഴിയിൽ വെച്ചാണ് മസ്ക് ജസ്റ്റിനെ കാണുന്നത്. ഒരു നാടകീയമായ കണ്ടെത്തലായിരുന്നില്ല അത്. അവർ ഏറെ നാളുകൾ അടുത്തിടപഴകിയിരുന്നു. ഭൗതികശാസ്ത്രം ചർച്ച ചെയ്തിരുന്നു, നോട്ടുകൾ കൈമാറിയിരുന്നു. മസ്കിൻ്റെ ആഫ്രിക്കൻ നർമ്മം അവൾക്ക് വളരെ ഇഷ്ടമായി. നീഷയെയും ന്യൂട്ടനെയും കുറിച്ച് സംസാരിച്ച് എലോൺ മസ്ക് ചൊവ്വയിൽ കോളനിവൽക്കരണം സാധ്യമാണെന്നും ലോകത്തിനൊരു സമ്പൂർണ്ണ സ്വയം പര്യാപ്ത ഊർജ്ജ സ്രോതസ് സാധ്യമാണെന്നും പറഞ്ഞപ്പോൾ അവനെ ഒരു ഭ്രാന്തനെ നോക്കും പോലെ നോക്കാത്ത ആദ്യ വ്യക്തി ജസ്റ്റിനായിരുന്നു. അവളുടെ കണ്ണുകളിൽ അപൂർവമായ ആ വസ്തു ആദ്യമായി മസ്ക് കണ്ടെത്തി. വിശ്വാസം. അവരുടെ ബന്ധം ചെറുപ്പത്തിൻ്റെ ചാബല്യങ്ങളിൽ ഒന്ന് മാത്രമായിരുന്നു. പക്ഷെ അത് മസ്കിൻ്റെ ഉള്ളിൽ ഒരു ചിന്ത നട്ടുപിടിപ്പിച്ചു. ലോകത്തെ മാറ്റണമെങ്കിൽ നിങ്ങളോടൊപ്പം ലോകത്തെ കാണുന്ന ഒരാൾ ഉണ്ടായിരിക്കുന്നത് സഹായിക്കുമെന്നൊരു ധാരണ. കാനഡയിൽ പഠിക്കുമ്പോഴും അയൽക്കാരായ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയോട് തോന്നിയ ആകർഷണം മസ്കിനെ നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നില്ല. ഒൻറ്റാറിയോയിലെ തിരക്കില്ലാത്ത അലസമായ തെരുവുകളല്ല ന്യൂയോർക്കിലും കാലിഫോർണിയയിലുമെന്ന് അവൻ ജസ്റ്റിനോട് പറഞ്ഞു. അവിടെയാണ് സിലിക്കൺ വാലി, ഇനിയും ഖനനം ചെയ്യപ്പെടാത്ത എല്ലാം സംഭവിക്കാനിരിക്കുന്ന സ്ഥലം. അറിവ് ഖനനം ചെയ്തെടുക്കുന്ന താഴ്വര, മഹത്തായ മനസ്സുകൾ, സ്വപ്നജീവികൾ, ഏത് സമയവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ.
അവർ അവരുടെ ഭാവി കെട്ടിപ്പടുക്കുന്നത് അവിടെയാണ്. മസ്ക് അമേരിക്കയിലേക്ക് കടക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. 1992 ക്വീൻസ് കോളേജിൽ നിന്ന് പെൻസിൽവാനിയ സർവകലാശാലയിലേക്ക് മസ്ക് ട്രാൻസ്ഫറിന് അപേക്ഷിച്ചു. അത് അനുവദിക്കപ്പെട്ടതോടെ അമേരിക്കയിലേക്ക് ഒരു തീർത്ഥാടകനെപ്പോലെ താൻ വന്നെത്തിയെന്നാണ് പിന്നീട് മസ്ക് പറഞ്ഞത്. പെൻസിൽവാനിയ മസ്കിൻ്റെ ഇൻക്യുബേറ്ററായതും അങ്ങനെയാണ്. പെൻ യൂണിവേഴ്സിറ്റിയിൽ മസ്ക് ഒരു ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമാണ് തിരഞ്ഞെടുത്തത്. തൻ്റെ എക്കാലത്തെയും ഫേവറിറ്റുകളായ സാമ്പത്തിക ശാസ്ത്രവും ഭൗതികശാസ്ത്രവും. കാനഡയിലെ പോലെ കാരുണ്യമുള്ള സിലബസും പാഠ്യരീതിയുമായിരുന്നില്ല അമേരിക്കയിൽ. സമവാക്യങ്ങളും കേസ് സ്റ്റഡികളും പ്രഭാഷണങ്ങളും രാത്രി വൈകിയുള്ള കോഡിംഗ് സെഷനുകളും സഹപാഠികളുമായുള്ള ദാർശനിക സംവാദങ്ങളുമായി എലോൺ താൻ ദക്ഷിണാഫ്രിക്കയിൽ എന്തായിരുന്നു എന്നത് മറന്നു. പഠനം മുറുകുന്നതിനിടെ 1992-93 വർഷങ്ങളിൽ പണം വലിയ പ്രശ്നമായി തുടങ്ങി. ട്യൂഷൻ ഫീസും അപ്പാർട്ട്മെൻറ്റിൻ്റെ വാടകയും എല്ലാമായി നല്ലൊരു തുക ആവശ്യമായിരുന്നു. എന്തെങ്കിലും ജോലിയോ വരുമാന മാർഗമോ ഇല്ലാതെ മുന്നോട്ട് പോകാനാവാത്ത അവസ്ഥ. അതിന് മസ്കും അദ്ദേഹത്തിൻ്റെ റൂംമേറ്റായിരുന്ന അഡിയോ റസിയും ചേർന്ന് ഒരു വഴി കണ്ടെത്തി. ഏതെങ്കിലും പാർട്ട് ടൈം ജോലിക്ക് പോകുന്നതിന് പകരം തങ്ങൾ താമസിക്കുന്ന വീട് പാർട്ടികൾ നടത്താൻ വാടകയ്ക്ക് നൽകുക. ഏതാണ്ട് ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള നഗരത്തിലെ തന്നെ ഏറ്റവും വാടക കുറഞ്ഞ വീടുകളിലൊന്നായിരുന്നു അക്കാലത്തെ ദരിദ്രനായ ഇലോൺ മസ്ക് താമസിച്ചിരുന്നത്. 10 കിടപ്പുമുറികളുള്ള ആ വീടിൻ്റെ ഒരു മുറി മാത്രമാണ് അവർ ഉപയോഗിച്ചിരുന്നത്. വീട്ടുടമസ്ഥനെ കണ്ട് ഒരു ചെറിയ വാടകയ്ക്ക് 10 മുറികളും സ്വന്തമാക്കി. അതവർ ഒരു രാത്രിയിൽ 500 പേർക്ക് വരെ പാർട്ടി നടത്താൻ കഴിയുന്ന ഒരു അണ്ടർഗ്രൗണ്ട് നൈറ്റ് ക്ലബ്ബാക്കി മാറ്റി. മസ്കിൻ്റെയും അഡിയോറസിയുടെയും ആശയം ലളിതമായിരുന്നു. പാർട്ടിക്ക് വരുന്നവരിൽ നിന്നും $5 പ്രവേശന ഫീസ് വാങ്ങുക. വീട്ടിലാകെ പാർട്ടി അന്തരീക്ഷം സൃഷ്ടിച്ച് ഒരു ക്ലബിൻ്റെ ഡാർക്ക് തീം ഒരുക്കുക. എന്തായാലും മസ്ക് ക്ലബിൻ്റെ ജാഗ്രതയുള്ള മാനേജറുടെ റോളിലെത്തി. നല്ലൊരു കലാകാരനായിരുന്ന റസി ഇൻറ്റീരിയറിൻ്റെ ചുമതല ഏറ്റെടുത്തു. ജനാലകളെല്ലാം മൂടി ഉൾവശമാകെ ഫ്ലോറസൻ പെയിൻ്റ് അടിച്ചു. നിരവധി പാർട്ടി ലൈറ്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ മങ്ങിയ വെളിച്ചത്തിലും നിയോൺ അലങ്കാരത്തിലും പാർട്ടി നടത്തുമ്പോൾ മസ്കും റസിയും വീക്കെൻഡിൽ മോശമല്ലാത്ത തുക സമ്പാദിച്ചു. പഠനത്തിന് പണം ഒരു പ്രശ്നമല്ലാതായി തുടങ്ങി. അതിനിടയിൽ ആളുകളെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും ഒരാശയം പ്രോത്സാഹിപ്പിക്കാമെന്നും ഭാവന വരുമാനമാക്കി മാറ്റാമെന്നും മസ്ക് പഠിക്കുകയായിരുന്നു. അപ്പോഴും സംരംഭകത്വം മസ്കിനൊരാശയമായിരുന്നില്ല. അത് അതിജീവനത്തിന് വേണ്ടി മാത്രമുള്ള സഹജമായ അവബോധമായിരുന്നു. 1995 മെയ് മാസത്തിൽ ഇലോൺ മസ്ക് ഒരുമിച്ച് 2 ബിരുദങ്ങൾ നേടി. ഇനി എന്ത് എന്നതിനെക്കുറിച്ച് മസ്കിന് കൃത്യമായ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. 1995 വേനൽക്കാലത്ത് പെൻസിൽവാനിയ സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടിയ ശേഷം ഒരിക്കലും ചേരാത്ത 2 പാതകൾക്ക് മുന്നിൽ സന്ദേഹിയായ മസ്ക് നിന്നു. അടുത്ത തീരുമാനം തൻ്റെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റാൻ പോകുന്നതാണെന്ന് അയാൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു വേണം അത് തിരഞ്ഞെടുക്കാൻ. ഒടുവിൽ ഭൗതികശാസ്ത്രത്തിൻ്റെ വഴിയിലേക്ക് തന്നെ മസ്ക് നടന്നു. സ്റ്റാൻഫോർഡിൽ എനർജി ഫിസിക്സിൽ PhD എടുക്കാനായിരുന്നു തീരുമാനം. അൾട്രാ കപ്പാസിറ്ററുകളും പുതിയ ഊർജ്ജ സംഭരണ സങ്കേതങ്ങളും ബാറ്ററികളും സംബന്ധിച്ച പരീക്ഷണങ്ങളിൽ മുഴുകി PhD നേടാനായിരുന്നു മസ്ക് ആലോചിച്ചത്. അധികം വൈകാതെ ലോകം ഒരു ഊർജ്ജ പ്രതിസന്ധി നേരിടുമെന്ന് ഇലോൺ മസ്ക് തൻ്റെ സുഹൃത്തുക്കളുമായുള്ള സംവാദത്തിൽ ശക്തമായി വാദിക്കാറുണ്ടായിരുന്നു. അതിന് പരിഹാരങ്ങൾ വേണം. വലിയ ശേഷിയുള്ള ബാറ്ററികളാണ് ആവശ്യം. സൗരോർജ്ജം, സുസ്ഥിര ഊർജ്ജം, വൈദ്യുത വാഹനങ്ങൾ. ഇവ മസ്കിന് വെറും ശാസ്ത്രീയ ആശയങ്ങൾ മാത്രമായിരുന്നില്ല. അവ മനുഷ്യരാശിയുടെ ഭാവിയിലേക്കുള്ള ജീവരേഖകളായിരുന്നു. എന്നാൽ സ്റ്റാൻഫോർഡിലെത്തി 2 ദിവസത്തിനുള്ളിൽ തൻ്റെ തീരുമാനം എത്ര വ്യക്തമായിരുന്നുവെന്ന് ഞെട്ടലോടെ മസ്ക് മനസ്സിലാക്കി. സാമ്പ്രദായിക രീതിയിൽ ആർക്കും ഗുണമില്ലാത്ത ഹിമയുഗത്തിലെ ഗവേഷണങ്ങളാണ് അവിടെ നടക്കുന്നതെന്ന് മസ്കിന് വെളിപ്പെട്ടു. താൻ ഒരിക്കലും അവിടെ യോജിച്ചു പോകാൻ പോകുന്നില്ലെന്ന് പ്രിട്ടോറിയ ഹൈസ്കൂളിലെ 14-കാരൻ്റെ അതേ റിഫ്ലക്സ് മസ്കിനോട് പറഞ്ഞു. അവിടെ സമയം കളയാനില്ലെന്ന് തീരുമാനിച്ച് മസ്ക് തിരിച്ചു നടന്നു. വെറും 2 ദിവസത്തേക്ക് മാത്രമായിരുന്നു അദ്ദേഹം സ്റ്റാൻഫോർഡിലെ വിദ്യാർത്ഥിയായിരുന്നത്. സ്റ്റാൻഫോർഡിൻ്റെ മെമ്മോറിയൽ കോർട്ട് കവാടം പിന്നിട്ട് താൻ പുറത്തേക്ക് ഇറങ്ങുന്നത് ഒരു കൊടുങ്കാറ്റിലേക്കാണെന്ന് മസ്കിന് അറിയാമായിരുന്നു. പക്ഷെ അതാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. ഇനി അതിൽ തിരുത്തലിൻ്റെ സമയമില്ലായിരുന്നു. പണമില്ല, പദ്ധതിയില്ല, സുരക്ഷയില്ല. പക്ഷേ മസ്കിൻ്റെ ഉള്ളിൽ കൂടുതൽ ശക്തമായ മറ്റൊന്ന് വളരുന്നുണ്ടായിരുന്നു. ഇൻ്റർനെറ്റ് ഈ ലോകത്തെ എന്നേക്കുമായി മാറ്റാൻ പോകുന്നുവെന്ന അചഞ്ചലമായ വിശ്വാസം. ആ ഭാവി രൂപപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാകണം താനെന്ന് അയാൾ അന്നേ ഉറച്ചിരുന്നു. ഒരു ലാബിലെ ബെഞ്ചിൽ റിസർച്ച് ഗൈഡ് പറയുന്ന വിഡ്ഢിത്തങ്ങളും കേട്ട് അതിൻ്റെ വളർച്ച അകലിൽ നിന്ന് കാണാനല്ല, അതിൻ്റെ ഭാഗമായി സ്വയം വികസിക്കാൻ. ഇതിനിടെ ഇളയ സഹോദരൻ കിംബൽ മസ്ക് അമേരിക്കയിലെത്തിയിരുന്നു. കിംബലിൻ്റെ കയ്യിൽ അല്പം പണവും ഉണ്ടായിരുന്നു. സ്റ്റാൻഫോർഡിൽ നിന്ന് ഇറങ്ങി ഇലോൺ നേരെ പോയത് കിംബലിനടുത്തേക്കാണ്. അവർ ചർച്ച ചെയ്തു. പുതുതായി ഇൻ്റർനെറ്റിൽ എന്തെങ്കിലും നിർമ്മിക്കാനുള്ള തീരുമാനം അന്ന് ഒരൊറ്റ ദിവസത്തിലുണ്ടായതാണ്. അടുത്ത ദിവസങ്ങളിൽ അവർ ആശയത്തിൻ്റെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി. അക്കാലത്ത് അമേരിക്കയിൽ ലഭ്യമായിരുന്ന ന്യൂസ് പേപ്പറുകൾ അതിവേഗത്തിൽ ഡിജിറ്റലൈസ് ചെയ്യാനുള്ള ഒരു പ്രൊജക്റ്റായിരുന്നു അത്. ഓൺലൈൻ വാർത്താ പോർട്ടലുകൾ ശൈശവ ദിശയിലായിരുന്ന കാലത്ത് അത്തരമൊരു സോഫ്റ്റ്വെയർ ലഭ്യമായിരുന്നില്ല. ഓൺലൈനിൽ വാർത്തകൾക്ക് വേണ്ടി തിരയുന്നവരുടെ എണ്ണത്തിലുണ്ടായ വർധന മസ്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ ഡിമാൻഡിനൊപ്പമെത്താൻ അമേരിക്കയിലെ പ്രധാന പത്രങ്ങളായ ന്യൂയോർക്ക് ടൈംസിനും ചിക്കാഗോ ട്രിബ്യൂണിനും വാഷിംഗ്ടൺ പോസ്റ്റിനും പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആർക്കൈവുകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിന് സമയം ആവശ്യമായിരുന്നു. തത്സമയ വാർത്തകൾ അപ്ലോഡ് ചെയ്യുന്നതിനും ഏറെ പരിമിതികൾ. ഇവയെല്ലാം പരിഹരിക്കുന്നതിന് ഒരു സോഫ്റ്റ്വെയർ ടൂൾ. ആ ലക്ഷ്യവുമായി എലോണും സഹോദരൻ കിംബലും മുന്നോട്ട് പോയി. എലോണിൻ്റെ കയ്യിൽ $2000 ഉണ്ടായിരുന്നു.
കിംബർലിയുടെ പക്കൽ $5000. ഒന്റാരിയോ സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടി സിലിക്കൺ വാലിയിൽ ഭാഗ്യം പരീക്ഷിക്കാനെത്തിയ ഇരുവരുടെയും സുഹൃത്ത് ഗ്രെഗ് കൗരി $8000 അവരെ കാണാനെത്തി. അങ്ങനെ മൂവരും ആ ലക്ഷ്യത്തിലേക്ക് ഒരുമിച്ച് നോക്കി. അവർക്കൊരു ഓഫീസിലായിരുന്നു. കിംബലിന്റെ പാലോ ആൾട്ടോയിലുള്ള വാടക അപ്പാർട്ട്മെന്റിലെ കിടപ്പുമുറിയിലായിരുന്നു കോഡിംഗ് മുഴുവൻ. ആ അപ്പാർട്ട്മെന്റിന് ബാത്റൂം പോലും ഉണ്ടായിരുന്നില്ല. YMCAയിൽ പോയാണ് മൂന്നുപേരും പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിച്ചിരുന്നത്. 4 കമ്പ്യൂട്ടറുകൾ കിടപ്പുമുറിയിൽ നിരന്നതോടെ കട്ടിലിടാൻ സ്ഥലമുണ്ടായിരുന്നില്ല. അവർ നിലത്താണ് ഉറങ്ങിയത്. ഉണർന്നിരിക്കുന്ന ഓരോ നിമിഷവും കോഡിംഗ്, ടീച്ചിങ്, ഡീബഗ്ഗിംഗ് ഇവ മാത്രം. പുലർച്ചെ 3 മണിവരെ ജോലി ചെയ്തു. സ്വപ്നങ്ങൾക്കും യാഥാർത്ഥ്യത്തിനുമിടയിലുള്ള രേഖ മങ്ങി. അല്ലെങ്കിൽ ഇവ രണ്ടും ഒന്നായിരുന്നു. അങ്ങനെ നിശ്ചയദാർഢ്യവും നിരവധി കപ്പ് കാപ്പിയും വില കുറഞ്ഞ റാമൻ നൂഡിൽസും ചേർന്ന് അവരുടെ പ്രൊഡക്റ്റ് തയ്യാറാക്കിയെടുത്തു. അവരതിനെ സിപ്2 എന്ന് വിളിച്ചു. ഇന്ന് ആലോചിക്കുമ്പോൾ ലളിതമായൊരു ടൂൾ എന്ന് തോന്നുമെങ്കിലും സിപ്2 അന്ന് പവർഫുള്ളായിരുന്നു. പത്രങ്ങളുടെ ഡിജിറ്റൽ പതിപ്പുകൾ വേഗത്തിലിറക്കാൻ കഴിയുന്ന ഒട്ടുമിക്ക ടൂളുകളും അതിലുണ്ടായിരുന്നു. ഓൺലൈൻ സിറ്റി ഗൈഡുകൾ, ഡയറക്ടറികൾ, സെർച്ച് ചെയ്യാൻ കഴിയുന്ന ഇൻട്രാക്റ്റീവ് മാപ്പുകൾ തുടങ്ങിയവയടക്കം. 10 മാസമെടുത്ത് 5000 മണിക്കൂറുകൾ കമ്പ്യൂട്ടറിന് മുന്നിൽ ചിലവഴിച്ച് ഇലോൺ മസ്കും കിംബർലി മസ്കും ഗ്രെഗും ചേർന്നുണ്ടാക്കിയ സംഭവം അത്ര മോശമല്ലായിരുന്നു. എന്നാൽ പ്രൊഡക്റ്റ് യാഥാർത്ഥ്യമായാൽ വെല്ലുവിളികൾ ആരംഭിക്കുന്നതേയുള്ളൂവെന്ന് പതിയെ മൂവരും മനസ്സിലാക്കുകയായിരുന്നു. ആദ്യം ആരും ഇത്തരമൊരു ആശയത്തിന് മുതലിറക്കാൻ തയ്യാറായില്ല. ട്രാക്ക് റെക്കോർഡോ ഫണ്ടിങ്ങോ ഇല്ലാത്ത, നിഷ്കളങ്കമായി തോന്നുന്ന, ദീർഘദർശനമില്ലാത്ത 2 ദക്ഷിണാഫ്രിക്കൻ കുട്ടികൾ മാത്രമായിരുന്നു അപ്പോഴും ഇലോണും കിംബർലിയും. പക്ഷേ അവർ വിട്ടുകൊടുക്കാൻ വിസമ്മതിച്ചു. ഓരോ തിരസ്കരണവും അവരുടെ നിശ്ചയദാർഢ്യത്തിന് മൂർച്ച കൂട്ടി, അവരുടെ വിശപ്പ് ആഴത്തിലാക്കി. ചിലപ്പോൾ ഒരു കോർപ്പറേറ്റ് ഓഫീസിൽ, ചിലപ്പോൾ പാർക്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കഫറ്റീരിയയിൽ അല്പം പണം കയ്യിലെടുക്കാനുണ്ടെന്ന് തോന്നുന്ന ആരുടെ മുന്നിലും അവർ തങ്ങളുടെ പ്രൊഡക്റ്റ് എന്തെന്ന് വിശദീകരിച്ചു. അതിൽ നിക്ഷേപിക്കാൻ അവരോട് അഭ്യർത്ഥിച്ചു. പരിശ്രമത്തിന് ഫലം കൊണ്ടു. ഒടുവിൽ അവർ ഒരു ചെറിയ നിക്ഷേപം നേടി. അത് വന്നത് എവിടെ നിന്നാണെന്നത് ആശ്ചര്യകരമായിരുന്നു. എലോണിൻ്റെയും കിംബർലിയുടെയും പിതാവ് എറോൾ മസ്ക് ആയിരുന്നു ആ നിക്ഷേപകൻ. 1995 $28,000 എറോൾ മസ്ക് അയച്ചു കൊടുത്തു. അത് ചിലപ്പോൾ അയാളുടെ പ്രായശ്ചിത്തങ്ങളിൽ ഒന്നായിരിക്കാം. എന്തായാലും സിപ്2 പുറത്തിറക്കിയ മൂവർ സംഘത്തിന് അത് വെളിച്ചമായിരുന്നു. അല്പം പണം കയ്യിൽ വന്നതോടെ മാർക്കറ്റിങ്ങിനിറങ്ങി. ആദ്യം കാലിഫോർണിയയിലെ ചില ചെറിയ പത്രങ്ങൾ സിപ്2 വാങ്ങാൻ സമ്മതിച്ചു. പ്രാദേശിക ദിനപത്രങ്ങൾ, വാരികകൾ, സ്വതന്ത്ര പ്രസാധകർ, അങ്ങനെ ചിലർ. ഒരു തുള്ളി വെള്ളം പോലെ തുടങ്ങിയ സിപ്2 വിൽപ്പന ഒടുക്കം എത്തി നിന്നത് ചിക്കാഗോ ട്രിബ്യൂൺ, ദ ന്യൂയോർക്ക് ടൈംസ് പത്രങ്ങളുടെ കോർപ്പറേറ്റ് ഓഫീസിലാണ്. അവരുമായി കരാർ ഒപ്പിട്ടപ്പോൾ ആദ്യമായി തൻ്റെ കൈകൾ വിറച്ചുവെന്നും തൻ്റെ പ്രൊഡക്റ്റിൽ താൻ തന്നെ സംശയാലുവായെന്നും പിന്നീട് എലോൺ മസ്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്നും അതിനെങ്ങനെ പണം കണ്ടെത്താമെന്നും അതെങ്ങനെ വിൽക്കാമെന്നുമുള്ള ആദ്യത്തെ സമ്പൂർണ്ണ പാഠമായി മാറി മസ്കിന് സിപ്2. സിപ്2വിൽ ഇലോൺ മസ്ക് എല്ലാ ജോലികളും ചെയ്തു. CEO, CTO, ശുചീകരണ തൊഴിലാളി, കൺസ്യൂമർ കെയർ എക്സിക്യൂട്ടീവ്, അങ്ങനെയെല്ലാം. സിപ്2 കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളായിരുന്നു പിന്നീട്. ഇലോൺ മസ്ക് പൂർണ്ണമായും കോഡിനുള്ളിൽ ജീവിച്ചു. അക്കാലത്ത് വെബ് ഉപയോഗിച്ച് സാധ്യമായതിൻ്റെ പരിധികളെല്ലാം മറികടന്നു. അധികം വൈകാതെ അടുത്ത റൗണ്ട് ഫണ്ടിംഗ് എത്തി. മൊഹർ ഡേവിഡോ വെഞ്ചേഴ്സ് $3 മില്യൺ സിപ്2വിൽ നിക്ഷേപിച്ചു. കാര്യങ്ങൾ മാറുകയായിരുന്നു. ഇലോൺ അക്കാലത്ത് തങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ സാങ്കേതിക തലങ്ങളിലും കോഡിങ്ങിലും മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. കമ്പനിയുടെ ഭരണതലത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അയാൾ അറിയാതെ പോയി. സിപ്2 വളർന്നപ്പോൾ നിക്ഷേപകർ കൂടുതൽ ജാഗരൂകരായി. അവർ ഇലോണിന് പകരം ഒരു പരിചയസമ്പന്നനായ CEO ആയ റിച്ചാർഡ് സോർക്കിനെ കൊണ്ടുവന്നു. ഇലോൺ മസ്ക് ചീഫ് ടെക്നോളജി ഓഫീസർ മാത്രമായി. അതൊരു തിരിച്ചടിയായിരുന്നു. തന്നെത്താൻ വേദനിക്കാൻ ആഗ്രഹിച്ചതിനേക്കാൾ മസ്കിനെ വേദനിപ്പിച്ച ഒന്ന്. സ്വന്തം സൃഷ്ടിയുടെ ഡ്രൈവർ സീറ്റിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് അത് പ്രായോഗികതയായി ചിത്രീകരിച്ചാലും വഞ്ചനയായി മസ്കിന് തോന്നി. എന്നാൽ ഇലോൺ മസ്ക് പരാതിപ്പെട്ടില്ല. 1998 ആയപ്പോഴേക്കും 160 പത്രങ്ങളുമായി ഡിജിറ്റൽ സിറ്റി ഗൈഡുകൾ വികസിപ്പിക്കാനുള്ള കരാർ സിപ്2 സ്വന്തമാക്കിയിരുന്നു. ഇതിനിടെ കമ്പനിയിൽ മസ്കിന് ഇഷ്ടമില്ലാത്ത പലതും സംഭവിച്ചു. സിപ്പിന് പ്രധാന എതിരാളിയായ സിറ്റി സെർച്ചുമായുള്ള ലയനം വേണ്ടെന്ന് വെപ്പിക്കാൻ ഇലോൺ മസ്കിന് അത്യധ്വാനം ചെയ്യേണ്ടി വന്നു. എന്നാൽ 1999 കാര്യങ്ങളെല്ലാം പാടെ മാറി. സിപ്2 വാങ്ങാൻ കോംപാക് ഒരു ഓഫർ വെച്ചു, $307 മില്യൺ. മസ്ക് അതിനെ എതിർത്തു. എന്നാൽ ഡയറക്ടർ ബോർഡ് ഇത്തവണ മസ്കിനെതിരെ കർക്കശ ശബ്ദമുയർത്തി. ഒടുവിൽ അത് സംഭവിച്ചു. $307 മില്യൺ സിപ്2 കോംപാക് കമ്പ്യൂട്ടേഴ്സിൻ്റെ ഭാഗമായി. ആ വിൽപ്പനയിൽ ഇലോൺ മസ്കിന് തൻ്റെ ഓഹരിയായി ലഭിച്ചത് $22 മില്യൺ ആയിരുന്നു. 5 വർഷം മുമ്പ് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ലാത്ത പണം കയ്യിൽ വന്നിരിക്കുന്നു. എന്നാൽ പാർട്ടികൾ നടത്തി ആഘോഷിക്കാൻ ഇലോൺ മസ്ക് ആഗ്രഹിച്ചില്ല. എന്തായാലും സിപ്2വിൽ നിന്ന് കോഡിങ്ങിനും പ്രോട്ടോടൈപ്പിങ്ങിനും മാർക്കറ്റ് മോഡലിനും അപ്പുറം മസ്ക് ഏറെ പഠിച്ചിരുന്നു. താനിരിക്കുന്നിടത്ത് പൊളിറ്റിക്സ് എന്താണെന്ന് പഠിക്കുന്നത് അത്യന്താപേക്ഷിതമാണെന്ന് മസ്കിന് മനസ്സിലായി. പുതിയ അറിവുകളുമായി മസ്ക് തൻ്റെ കൈവശമുള്ളതെല്ലാം എടുത്ത് പുതിയ സംരംഭത്തിലേക്ക് കടന്നു. താൻ സൃഷ്ടിച്ച സിപ്2വിനേക്കാളും വലുതും അത്യാവശ്യവുമായി തോന്നിയ ഒന്ന്. ഒരു ഓൺലൈൻ ബാങ്കായിരുന്നു മസ്കിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആശയം. ഒരു ബാങ്ക് ചെയ്യുന്ന എല്ലാ സാമ്പത്തിക സേവനങ്ങളും ഓൺലൈനായി ലഭിക്കുന്ന സ്ഥാപനം. അക്കാലത്ത് ആർക്കും വിശ്വാസം തോന്നാൻ പോകുന്നില്ലാത്ത അത്തരമൊരു സംരംഭത്തിന് ഇലോൺ മസ്ക് ഡൊമൈൻ രജിസ്റ്റർ ചെയ്തത് x.com എന്നായിരുന്നു. സാമ്പത്തിക ശാസ്ത്രത്തിൽ നേടിയ ബിരുദം, കോഡിങ്ങിലും ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ നിർമ്മിച്ചും വിറ്റുമുള്ള പരിചയം. മസ്ക് തൻ്റെ ആശയം പറഞ്ഞപ്പോൾ പ്രായോഗികതയേക്കാൾ മസ്കിനെ വിശ്വസിക്കാനാണ് കേട്ടവർക്കെല്ലാം തോന്നിയത്.
$12 മില്യൺ മസ്ക് X.comന് മുടക്കിയത്. 1999 മാർച്ചിൽ ഹാരിസ് ഫ്രിക്കർ, ക്രിസ്റ്റഫർ പെയിൻ, എഡ് ഹോ എന്നിവരോടൊപ്പം മസ്ക് X.com തുടങ്ങി. പെൻസിൽവാനിയയിലെ സാമ്പത്തിക ശാസ്ത്ര ബിരുദ പഠനകാലത്ത് ഇലോൺ മസ്ക് ബാങ്ക് ഓഫ് നോവ സ്കോട്ടിയയിൽ കുറച്ചുകാലം ഇന്ത്യൻ ആയിരുന്നപ്പോൾ ഫ്രിക്കർ മസ്കിനൊപ്പം ജോലി ചെയ്തിരുന്നു. പെയിൻ ഫ്രിക്കറിന്റെ സുഹൃത്തായിരുന്നു. ഹോ സിലിക്കൺ ഗ്രാഫിക്സിൽ എഞ്ചിനീയറും മസ്കിന്റെ ആദ്യ കമ്പനിയായ സിപ്2വിൽ എക്സിക്യൂട്ടീവുമായിരുന്നു. പാലോ ആൾട്ടോ ആയിരുന്നു ആസ്ഥാനം. എന്നാൽ കമ്പനി നടത്തിപ്പിലെ തർക്കങ്ങൾ മൂലം X.com ആരംഭിച്ച 5 മാസത്തിനു ശേഷം എലോൺ മസ്ക് പ്രധാന പങ്കാളിയായ ഫ്രിക്കറെ പുറത്താക്കി. വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നതിൽ ഭയം കാണിക്കുന്ന ഫ്രിക്കറെ താൻ അകറ്റി നിർത്തുകയായിരുന്നുവെന്ന് പിന്നീട് മസ്ക് പറഞ്ഞിട്ടുണ്ട്. തിരിച്ചടി തുടർന്നു. ഫ്രിക്കർ കമ്പനി വിട്ടതോടെ മറ്റു 2 സഹസ്ഥാപകരായ പെയിനും ഹോയും X.comലെ ജോലി ഉപേക്ഷിച്ചു. തിരിച്ചടികളിൽ തളർന്നിരിക്കാതെ മസ്ക് ഒരു ചെറിയ ടീമിനെ വിളിച്ചുകൂട്ടി. കാര്യങ്ങൾ വേഗത്തിലാക്കുക എന്ന നിർദ്ദേശം മാത്രമാണ് മസ്ക് അവർക്ക് നൽകിയത്. പാലോ ആൾട്ടോയിൽ ഓഫീസ് വാടകയ്ക്കെടുത്തു. വെറും ഒരു ബാങ്കിംഗ് വെബ്സൈറ്റ് നിർമ്മിക്കുകയായിരുന്നില്ല മസ്കിന്റെ ലക്ഷ്യം. അതൊരു സാമ്പത്തിക വിപ്ലവമാകണമെന്ന് അയാൾ ആഗ്രഹിച്ചു. ഇമെയിൽ വിലാസമുള്ള ആർക്കും തൽക്ഷണം പണമയക്കാൻ X.com അക്കാലത്ത് നിങ്ങൾ അനുവദിക്കും. പലിശ നൽകുന്ന അക്കൗണ്ടുകൾ, ഇൻഷുറൻസ്, നിക്ഷേപങ്ങൾ എന്നിവ X.com വാഗ്ദാനം ചെയ്തു. എല്ലാം ഓൺലൈനിൽ. ഒരിക്കലും തടസ്സപ്പെടാത്ത ബാങ്കിംഗ് സേവനം. അതൊരു ബാങ്കായിരുന്നു, പക്ഷെ ഒരു സയൻസ് ഫിക്ഷൻ പോലെ തോന്നിയെന്ന് അക്കാലത്ത് സിലിക്കൺ വാലിയിലെ ടെക് മാധ്യമ പ്രവർത്തകർ പരിഹസിച്ചു. വലിയ നിക്ഷേപകരും മസ്കിന്റെ പുതിയ സംരംഭത്തെ ഭ്രാന്ത് എന്നാണ് വിളിച്ചത്. അയാൾ സിപ്2 വിജയിപ്പിച്ചത് ശരി തന്നെ, പക്ഷേ ഇതൊരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത എന്തോ ഒന്നിന്റെ പുറകെ പണമെറിഞ്ഞോടുകയാണ് മസ്ക് എന്നവർ പരിഹസിച്ചു. ബാങ്കർമാർ മസ്കിനെ നോക്കി ചിരിച്ചു. ബാങ്കിംഗ് റെഗുലേറ്റർമാർ വിസമ്മതത്തോടെ തലയാട്ടി. X.com പണം സൂക്ഷിക്കുന്നതിനുള്ള ഇടത്താവളം എന്നതിനേക്കാൾ അതൊരു സിസ്റ്റത്തെ പുനഃക്രമീകരിക്കുമെന്നാണ് കമ്പനി ലോഞ്ചിങ്ങിന്റെ തയ്യാറെടുപ്പിനിടെ മസ്ക് മാധ്യമങ്ങളോട് പറഞ്ഞത്. 1999 ഡിസംബർ 7-നാണ് X.com ഔദ്യോഗികമായി ആരംഭിച്ചത്. ബിസിനസ് സോഫ്റ്റ്വെയറായ ഇൻറ്റ്യൂട്ടിന്റെ മുൻ CEO ബിൽ ഹാരിസ് ആയിരുന്നു ആദ്യ CEO. എന്തായാലും തുടക്കം മോശമായില്ല. 2 മാസത്തിനുള്ളിൽ X.comൽ 2 ലക്ഷത്തിലധികം പേരാണ് അംഗങ്ങളായത്. വെറും 10 മാസം കൊണ്ട് മസ്ക് താനായിരുന്നു ശരിയെന്ന് തെളിയിച്ചു. സിലിക്കൺ വാലി അയാളെ അത്ഭുത മനുഷ്യനെ കാണും പോലെ നോക്കി. എന്തു തരം ആശയവും വെറും 10 മാസത്തിനുള്ളിൽ വിജയിപ്പിക്കാൻ ശേഷിയുള്ള അതിമനുഷ്യൻ. X.comനെ അനുകരിച്ച ഒരു ഡസൻ കമ്പനികളെങ്കിലും കാലിഫോർണിയയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. മസ്ക് മത്സരം ശ്രദ്ധിച്ചില്ല. തന്റെ പ്രൊഡക്റ്റ് ഏറ്റവും മികച്ചതാക്കാൻ മാത്രം മുൻതൂക്കം നൽകി. 2000 മാർച്ചിൽ X.com അതിന്റെ ഏറ്റവും കടുത്ത എതിരാളിയായ കോൺഫിനിറ്റിയുമായി ലയിച്ചു. പാലോ ആൾട്ടോ ആസ്ഥാനമായുള്ള സോഫ്റ്റ്വെയർ കമ്പനിയായിരുന്നു കോൺഫിനിറ്റി. അവർ പേപാൽ എന്ന പേരിൽ ഒരു പേയ്മെന്റ് സിസ്റ്റം വികസിപ്പിച്ചെടുത്തിരുന്നു. മസ്കിന് ഈ 2 കമ്പനികളും യോജിച്ചു പോകുന്നത് മികച്ചതായി തോന്നി. ഇത്തവണ ലയനത്തിന് അദ്ദേഹം തന്നെയാണ് മുൻകൈയെടുത്തത്. പുതിയ കമ്പനി പേപാലിന്റെ പേര് സ്വീകരിച്ചു. ഇലോൺ മസ്ക് ആയിരുന്നു അതിന്റെ ഏറ്റവും വലിയ ഓഹരിയുടമയും സിഇഒയും. എന്നാൽ പുതിയ കമ്പനിയിൽ തനിക്കെതിരെ വളർന്നു വരുന്ന കോക്കസ് ഗ്രൂപ്പിനെ മസ്ക് വീണ്ടും അറിയാതെ പോയി. കോൺഫിനിറ്റിയിലെ ഡെവലപ്പർമാർക്കും സാങ്കേതിക വിദഗ്ധർക്കും മസ്കിന്റെ ജോലിയുടെ ശൈലി ഉൾക്കൊള്ളാൻ സാധിക്കുമായിരുന്നില്ല. ഡയറക്ടർ ബോർഡിലെ മിക്കവരുടെയും പിന്തുണയും അവർക്കുണ്ടായിരുന്നു. മസ്ക് പക്ഷേ പേപാലിൽ തന്റെ മർക്കട മുഷ്ടി തുടർന്നു. ജസ്റ്റിൻ വിൽസൺ കാനഡയിൽ നിന്നും അമേരിക്കയിലെത്തി. സർവകലാശാലയിൽ നിന്നും പിരിഞ്ഞതിനു ശേഷം അവൾ ജപ്പാനിൽ ഇംഗ്ലീഷ് ടീച്ചറായി ജോലി ചെയ്യുകയായിരുന്നു. കാലിഫോർണിയയിൽ തിരിച്ചെത്തിയ ശേഷം ജസ്റ്റിൻ മുഴുവൻ സമയവും മസ്കിനൊപ്പമായിരുന്നു. തന്റെ ക്ഷീണിപ്പിക്കുന്ന ജോലിയുടെ ഭാരം മുഴുവൻ മസ്ക് ഇറക്കി വെച്ചത് ജസ്റ്റിനോടൊത്തുള്ള നിമിഷങ്ങളിലായിരുന്നു. 2000 ആണ്ട് ജനുവരിയിൽ അവർ വിവാഹിതരായി. പേപാലിൽ പൂർത്തിയാക്കാനിരിക്കുന്ന 3 പ്രൊജക്റ്റുകൾ അല്പകാലത്തേക്ക് മാറ്റിവെച്ച് മസ്കും ജസ്റ്റിനും ഓസ്ട്രേലിയയിലേക്ക് ഹണിമൂണിനായി പുറപ്പെട്ടു. കാലിഫോർണിയയിൽ തിരിച്ചെത്തിയപ്പോൾ മസ്കിന്റെ ലോകം മാറി മറിഞ്ഞിരുന്നു. ഡയറക്ടർ ബോർഡ് മസ്കിനെ കൂടാതെ യോഗം ചേർന്നു. ഒരു ടീമിനെ നയിക്കാൻ കഴിയാതെ പരാജയപ്പെട്ട CEO എന്നാണ് മസ്കിനെ ബോർഡ് യോഗം വിലയിരുത്തിയത്. ഡയറക്ടർ ബോർഡ് അതിന് കെടുകാര്യസ്ഥത എന്നാണ് വിശേഷിപ്പിച്ചത്. കോൺഫിനിറ്റിയുടെ സഹസ്ഥാപകനായ പീറ്റർ തീലിനെ CEO ആക്കി നിയമിക്കാൻ ഡയറക്ടർ ബോർഡ് വോട്ട് ചെയ്തു. നേരിട്ട വഞ്ചനയുടെ ഇടിമിന്നൽ പ്രഹരം നെഞ്ചിലമർത്തിയാണ് അന്ന് ഇലോൺ മസ്ക് സിലിക്കൺ വാലിയിലേക്ക് മടങ്ങിയത്. മസ്ക് അപ്പോഴും ഡയറക്ടർ ബോർഡിൽ തുടർന്നു. അത് വ്യക്തമായ ഗൂഢാലോചനയാണെന്ന് മസ്കിന് ഉറപ്പായിരുന്നു. പ്രിട്ടോറിയ ഹൈസ്കൂളിൽ തന്റെ സഹപാഠികൾ വളഞ്ഞ നിലത്തിട്ട് ചവിട്ടിയത് അന്ന് രാത്രി മസ്ക് സ്വപ്നം കണ്ടു. 2017 ജൂലൈ ഇതേ പേപാൽ മസ്ക് തിരികെ വാങ്ങിയതും തന്റെ X.com എന്ന സ്വപ്ന ഡൊമൈൻ പുനരുജ്ജീവിപ്പിച്ചതും ആ രാത്രിയിൽ കരഞ്ഞു തീർത്ത കണ്ണുനീരിന്റെ കനത്തിലായിരുന്നു. കരഞ്ഞിരിക്കാൻ മസ്കിന് സമയമുണ്ടായിരുന്നില്ല. കാരണം അത് 2002 ആയിരുന്നു. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ അതിൻ്റെ ഏറ്റവും സമൃദ്ധമായ കാലത്തായിരുന്നു. എന്തെങ്കിലും പുതുതായി ആരംഭിക്കണമെങ്കിൽ ഇപ്പോൾ തുടങ്ങണമെന്ന് മസ്കിന് ഉറപ്പായിരുന്നു. പക്ഷേ ഇനി എന്ത് എന്നത് സംബന്ധിച്ച് ഒരു ധാരണയുമില്ല. പേപാൾ അതിനിടെ eBayക്ക് വിറ്റിരുന്നു. ഇലോൺ മസ്കിന് തൻ്റെ ഷെയറായി $176 മില്യൺ ലഭിച്ചു. പണം ആവശ്യത്തിന് കയ്യിലുണ്ട്. മസ്ക് ആദ്യമായി ആശയദാരിദ്ര്യം അനുഭവിച്ചു. സദാ സജീവമായ മസ്കിന്റെ തലച്ചോർ പക്ഷെ വെറുതെ ഇരിക്കുകയായിരുന്നില്ല. കുട്ടിക്കാലത്ത് താൻ ടെലിവിഷനിൽ റോക്കറ്റ് വിക്ഷേപണം കണ്ടിരുന്നത് മസ്ക് ഓർത്തെടുത്തു. ഇടിമുഴക്കത്തോടെ ഒരു തീജ്വാല പറന്നുയരുന്ന അതിശയകരമായ നിമിഷം. റോക്കറ്റ് മേഘങ്ങൾക്കിടയിലൂടെ ചിതറിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന നിശബ്ദത. താൻ റോക്കറ്റുകൾ ഉണ്ടാക്കാൻ പോകുന്നുവെന്നും അത് അതിരില്ലാത്ത ആകാശങ്ങളിലേക്ക് മനുഷ്യനെത്തിക്കുമെന്നും മസ്ക് ജസ്റ്റിനോട് പറഞ്ഞു. എന്നാൽ $176 മില്യൺ കൊണ്ട് എത്തിപ്പിടിക്കാവുന്ന ഒന്നായിരുന്നില്ല റോക്കറ്റ് നിർമ്മാണവും വിക്ഷേപണവും.
അത്തരമൊന്ന് ആരംഭിച്ചാൽ തന്നെ മുടക്കുമുതൽ എത്ര കാലം കൊണ്ട് തിരിച്ചു പിടിക്കാമെന്നൊരു ഊഹവുമില്ല. മസ്ക് മോസ്കോയിലേക്ക് പോയി. അത് വെറുമൊരു യാത്ര മാത്രമാണെന്നും താൻ ഒന്നും മനസ്സിൽ ഉറപ്പിച്ചിട്ടില്ലെന്നും മസ്ക് തന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. മോസ്കോയിൽ പക്ഷേ മസ്ക് തൻ്റെ സമയം മുഴുവൻ ചെലവഴിച്ചത് റോക്കറ്റ് സാങ്കേതിക വിദഗ്ധർക്കൊപ്പമായിരുന്നു. ആവേശഭരിതനായിട്ടാണ് അമേരിക്കയിലേക്ക് അദ്ദേഹം തിരിച്ചെത്തിയത്. ദിവസങ്ങളെടുത്ത് റഷ്യൻ റോക്കറ്റുകളുടെ സാങ്കേതികതകൾ മസ്ക് പഠിച്ചു മനസ്സിലാക്കി. അതിന് അദ്ദേഹം ഏതാനും അമേരിക്കൻ വിദഗ്ധരെയും കൂടെ കൂട്ടി. റഷ്യൻ ഡിസൈനുകൾ പരിശോധിക്കാനും ഭൗതികശാസ്ത്ര പാഠപുസ്തകങ്ങൾ റഫർ ചെയ്യുന്നതിനും മോസ്കോയുമായി വിലപേശൽ നടത്തുന്നതിനും ആഴ്ചകൾ ചെലവിട്ടു. എന്തിനാണ് താൻ ഇതെല്ലാം ചെയ്യുന്നതെന്ന് പോലും അക്കാലത്ത് മസ്കിന് അറിയാമായിരുന്നില്ല. എന്നാൽ അമേരിക്കൻ ബഹിരാകാശ പര്യവേക്ഷണ പദ്ധതികൾ ഏതാണ്ട് സ്തംഭിച്ച വർഷമായിരുന്നു 2001. നാസയ്ക്കുള്ള ബജറ്റ് വെട്ടിച്ചുരുക്കിയിരുന്നു. റോക്കറ്റ് വിക്ഷേപണം താങ്ങാനാവാത്ത തരത്തിൽ ചിലവേറിയതായിരുന്നു. ഷട്ടിൽ പ്രോഗ്രാമുകൾ ഏതാണ്ട് അവസാനിപ്പിക്കാറായി. ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ നിക്ഷേപം വളരെ പരിമിതവും. ചൊവ്വയിലേക്ക് മനുഷ്യനെ അയക്കുക എന്ന നിത്യസ്വപ്നവുമായി നാസ കാത്തിരിക്കുന്നു. പക്ഷെ അവർക്കൊരു രക്ഷകൻ വേണ്ടിയിരുന്നു. ഭൂമിക്കപ്പുറത്തേക്ക് മനുഷ്യത്വം എത്തണമെന്ന ചൊവ്വയുടെ സ്വപ്നം ഗൗരവമേറിയ ശാസ്ത്രമല്ല, ശാസ്ത്ര ഫിക്ഷനുള്ള ഒന്നായി മാറിയിരുന്നു. അപ്പോഴും വെറും $150 മില്യൺ മാത്രം കയ്യിലുള്ള രക്ഷകനെയല്ല നാസ കാത്തിരിക്കുന്നതെന്നും മസ്കിന് അറിയാമായിരുന്നു. പക്ഷേ അത് മസ്കിനെ പ്രകോപിപ്പിക്കുകയാണ് ചെയ്തത്. റോക്കറ്റുകളെക്കുറിച്ച് പഠിക്കുന്നതിനിടെ മസ്ക് വീണ്ടും വീണ്ടും ഇതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിച്ചു. തനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ബഹിരാകാശ രംഗത്ത് പൊതുജന താൽപ്പര്യം വീണ്ടും ജ്വലിപ്പിക്കുമെന്ന് മസ്കിന് അറിയാമായിരുന്നു. മസ്കിന്റെ ചിന്തകൾ കാടുകയറി. അതിനവസാനം അയാൾ എത്തിച്ചേർന്നത് മാർസ് ഒയാസിസ് എന്ന ആശയത്തിലാണ്. അതെ, ചൊവ്വയിൽ ഒരു മനുഷ്യ കോളനി സ്ഥാപിക്കാൻ ഇലോൺ മസ്ക് എന്ന പാലോ ആൾട്ടോയിലെ സംരംഭകൻ ഒരു കമ്പനി രൂപീകരിക്കാൻ പോകുന്നു. അത് മസ്കിന് ആവേശം കൊള്ളിച്ചു. മാർസ് ഒയാസിസ് ഒരു ചെറിയ ഹരിതഗൃഹമായിരിക്കും. ന്യൂട്രിയൻ ജെൽ, വെള്ളം, വിത്തുകൾ എന്നിവയുടെ ഒരു കാനിസ്റ്റർ ചൊവ്വയിലേക്ക് അയച്ച് വിദൂരമായി നിരീക്ഷിക്കുക. അതൊരു ശാസ്ത്രീയ ഉപയോഗം എന്നതിനേക്കാൾ മനുഷ്യനെ പ്രചോദിപ്പിക്കുമെന്ന് മസ്ക് സ്വയം വിലയിരുത്തി. ചൊവ്വയുടെ മണ്ണിൽ വളരുന്ന ആദ്യത്തെ സസ്യം സങ്കല്പിക്കുക. ഫോട്ടോ സങ്കല്പിക്കുക. ചുവന്ന പൊടിയാൽ ചുറ്റപ്പെട്ട ഒരു പച്ചമുള. ജീവൻ ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ദൂരെയായിരിക്കും അത്. ഒരു ചെറിയ പേലോൺ, പക്ഷെ ഭാവനയിലെ ഒരു വലിയ കുതിച്ചുചാട്ടം. ഇത് ചെയ്യാൻ ഭൂമിയിൽ ഇലോൺ മസ്കിന് മാത്രമേ കഴിയൂ എന്ന് ലോകം നാളെ പറയണം. പക്ഷെ അത് നടപ്പാകണമെങ്കിൽ ഒരു റോക്കറ്റ് ആവശ്യമായിരുന്നു. ഒരു ചെറിയ റോക്കറ്റല്ല. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനും ചൊവ്വയുടെ സംക്രമണത്തെ അതിജീവിക്കാനും കഴിയുന്ന ഒരു റോക്കറ്റായിരുന്നു ആവശ്യം. അതിനാൽ താൻ എന്താണ് ചെയ്യുന്നത് എന്നറിയാത്ത ഏതൊരു സാങ്കേതിക സംരംഭകനും ചെയ്യാൻ കഴിയുന്നത് മസ്കും ചെയ്തു. ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഒരു യൂസ്ഡ് റോക്കറ്റ് വാങ്ങുക. അങ്ങനെയാണ് മസ്ക് 2002 വീണ്ടും മോസ്കോയിലെത്തിയത്. എഞ്ചിനീയർമാരും കൺസൾട്ടന്റുകളും അടങ്ങിയ ഒരു ചെറിയ ടീമും ഇത്തവണ മസ്കിനൊപ്പം ഉണ്ടായിരുന്നു. ഡീകമ്മീഷൻ ചെയ്ത ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ വാങ്ങുകയായിരുന്നു ലക്ഷ്യം. ഒരെണ്ണം വാങ്ങുക, വാർഹെഡ് നീക്കം ചെയ്യുക, വിക്ഷേപണ വാഹനമായി ഉപയോഗിക്കുക എന്നതായിരുന്നു പദ്ധതി. സാമാന്യ വിവരമുള്ള ഏതൊരു മനുഷ്യനും ഇത് ഭ്രാന്ത് മാത്രമാണെന്ന് തോന്നാം. NPO, ലാവോഷ്കിൻ, കോസ്മോട്രാസ് തുടങ്ങിയ കമ്പനികളുമായി മസ്ക് കൂടിക്കാഴ്ച നടത്തി. മോസ്കോയിലെ തണുത്ത ബോർഡ് റൂമുകളിൽ സ്വർണ്ണ പൗലറ്റുകളുമായി വിരമിച്ച സോവിയറ്റ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ റിയൽ എസ്റ്റേറ്റ് വാങ്ങുന്നത് പോലെ ഒരു നെപ്പർ മിസൈലിന്റെ വില ചർച്ച ചെയ്യാൻ മസ്ക് ശ്രമിച്ചു. എന്നാൽ ചർച്ചകൾ വഴിമുട്ടി. റഷ്യക്കാർ മസ്കിനെ നോക്കി നിഗൂഢമായി ചിരിക്കുകയായിരുന്നു. അവരുടെ അവസാന കൂടിക്കാഴ്ചയിൽ ഒരു റോക്കറ്റിനായി $21 മില്യൺ ഇലോൺ മസ്ക് വില പറഞ്ഞു. പക്ഷേ മോസ്കോയിൽ സമയം പാഴാക്കാതെ അമേരിക്കക്ക് മടങ്ങാനാണ് റഷ്യൻ എക്സിക്യൂട്ടീവുകൾ പറഞ്ഞത്. അവർ ആ വിലയ്ക്ക് റോക്കറ്റുകൾ വിൽക്കില്ല. നിരാശയോടെ, പക്ഷെ വിചിത്രമായൊരു ഊർജ്ജസ്വലതയോടെയാണ് അന്ന് ആ മീറ്റിംഗിൽ നിന്ന് മസ്ക് ഇറങ്ങിപ്പോയത്. പുറത്തിറങ്ങിയപാടെ അദ്ദേഹം തിരിഞ്ഞു നിന്ന് സ്വന്തം ടീമിനോട് പറഞ്ഞത്, നമ്മളിത് അമേരിക്കയിൽ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണെന്നായിരുന്നു. മസ്ക് അത് വളരെ യാഥാർത്ഥ്യബോധത്തോടെ പറഞ്ഞതായിരുന്നു. റഷ്യൻ എയർഫീൽഡിന്റെ തണുത്തുറഞ്ഞ ടാർമാക്കിൽ ഒരു റോക്കറ്റ് വാങ്ങാനുള്ള തങ്ങളുടെ സ്വപ്നങ്ങൾ പൊടിയായി മാറിയപ്പോൾ സ്പേസ് എക്സ് പിറന്ന നിമിഷം അതായിരുന്നു. തിരികെ പറക്കുമ്പോൾ വിമാനത്തിലിരുന്ന് മസ്ക് ഒരു ഫിനാൻഷ്യൽ പ്ലാൻ എഴുതിയുണ്ടാക്കി. ഒരു വിക്ഷേപണ വാഹനത്തിന്റെ വിലയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ മെറ്റീരിയലുകൾ വാങ്ങാൻ ആവശ്യമുള്ളൂ എന്ന് മസ്കിന് മനസ്സിലായി. ബാക്കി പണം മുഴുവൻ പോകുന്നത് കാര്യക്ഷമതയില്ലായ്മ കാരണവും മാമൂലുകളിൽ കുടുങ്ങിക്കിടക്കുന്നത് മൂലവുമാണ്. എഞ്ചിനീയർമാരുടെ ഒരു ചെറിയ സംഘത്തെ ശരിയായി നയിച്ചാൽ ആദ്യം മുതൽ തന്നെ മികച്ച റോക്കറ്റുകൾ കോസ്റ്റ് എഫക്റ്റീവായി നിർമ്മിക്കാൻ കഴിയുമെന്ന് മസ്ക് വിശ്വസിച്ചു. അങ്ങനെ 2002 മാർച്ച് 14 കാലിഫോർണിയയിലെ എൽ സെഗുണ്ടോയിൽ വിമാനത്താവളത്തിനടുത്തുള്ള ഒരു സ്ട്രിപ്പ് മാളിൽ 3000 സ്ക്വയർ ഫീറ്റ് മാത്രം വലിപ്പമുള്ള ഓഫീസ് മുറിയിൽ സ്പേസ് എക്സ് യാഥാർത്ഥ്യമായി. സ്പേസ് എക്സ്പ്ലോറേഷൻ ടെക്നോളജീസ് കോർപ്പറേഷൻ എന്നായിരുന്നു ആദ്യ പേരെങ്കിലും 2 മാസത്തിന് ശേഷം സ്പേസ് എക്സ് എന്ന് മാറ്റി. പ്രൊപ്പൽഷൻ ജീനിയസ് ടോം മുള്ളർ, ബഹിരാകാശ സാങ്കേതിക ഉപദേഷ്ടാവ് ജിം കാൻട്രൽ, പിന്നെ ഒരുപിടി എഞ്ചിനീയർമാരും ഇവരാണ് ആദ്യഘട്ടത്തിൽ കമ്പനിയിലുണ്ടായിരുന്നത്. ചൊവ്വയിൽ കോളനി സ്ഥാപിക്കാൻ റോക്കറ്റ് ഉണ്ടാക്കാനുള്ള മസ്കിന്റെ പദ്ധതിക്ക് വലിയ ഫണ്ടിംഗ് പ്രഖ്യാപനമൊന്നും ആദ്യഘട്ടത്തിൽ സംഭവിച്ചില്ല. പേപ്പാലിന്റെ മുൻ CEO തുടങ്ങിയ സംഭവമായിട്ടും മാധ്യമങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല. തൻ്റെ പക്കലുള്ള $100 മില്യൺ ആദ്യം മസ്ക് സ്പേസ് എക്സിൽ നിക്ഷേപിച്ചു. അതുവരെ ഒരു സ്വകാര്യ കമ്പനിയും ഒരിക്കലും ദ്രവ ഇന്ധന റോക്കറ്റ് നിർമ്മിച്ച് വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചിട്ടില്ല, ഒരിക്കൽ പോലും. അവിടെയാണ് സ്വന്തം $100 മില്യൺ ഉപയോഗിച്ച് മസ്ക് ചൂതാട്ടം നടത്തിയത്. ആദ്യഘട്ടത്തിൽ പണത്തിൻ്റെ കുറവ് തടസ്സമായില്ല.
ഫാൽക്കൺ 1 എന്ന ചെറിയ ഓർബിറ്റൽ ലോഞ്ച് വെഹിക്കിളിൽ നിന്നാണ് തുടങ്ങിയത്. സ്റ്റാർ വാഴ്സിൽ നിന്നുള്ള മില്ലേനിയം ഫാൽക്കണിന്റെ പേരിലുള്ള ഒരു വിക്ഷേപണ വാഹനം, എഞ്ചിനുകൾ, ഏവിയോണിക്സ്, ഇന്ധന സംവിധാനങ്ങൾ തുടങ്ങി എല്ലാം മസ്കിന്റെ നേതൃത്വത്തിൽ സ്വന്തമായി രൂപകൽപ്പന ചെയ്തു. അവരുടെ കോർ എഞ്ചിനായ മെർലിൻ പുതുതായി നിർമ്മിച്ചതായിരുന്നു. ഇത് RP-1ലും ദ്രവ ഓക്സിജനിലും പ്രവർത്തിച്ചു. താരതമ്യേന ലളിതമായ ശൈലികളാണ് സ്പേസ് എക്സ് ആദ്യഘട്ടത്തിൽ പരീക്ഷിച്ചത്. കാരണം പരാജയം മസ്കിന് ആഡംബരമായിരുന്നു. ആദ്യകാലങ്ങളിൽ മിക്കവാറും എല്ലാ ജീവനക്കാരെയും ഇലോൺ മസ്ക് നേരിട്ട് അഭിമുഖം നടത്തിയാണ് നിയമിച്ചിരുന്നത്. സ്പേസ് എക്സ് സാധാരണ നിയമങ്ങൾ ബാധകമല്ലാത്തൊരു സ്ഥലമായിരുന്നു. എല്ലാം പുതുതായി രൂപീകരിക്കപ്പെടുന്നതുകൊണ്ട് കാര്യങ്ങൾക്കെല്ലാം ഒരു അസംസ്കൃത രൂപമായിരുന്നു. മൊഹാവി മരുഭൂമിയിൽ അവർ ടെസ്റ്റ് സ്റ്റാൻഡുകൾ നിർമ്മിച്ചു. നികുതിയും റെഗുലേഷനുകളും ഒഴിവാക്കാൻ സംസ്ഥാന അതിർത്തികളിലൂടെ ദ്രവ ഓക്സിജന്റെ ട്രക്കുകൾ ഓടിച്ചു. കോൺക്രീറ്റ് തറയിൽ മടക്കി വയ്ക്കുന്ന കസേരകളിൽ മീറ്റിംഗ് നടത്തി. അതിനിടെ ഹാങ്ങറുകളിൽ തീപിടുത്തങ്ങളും ചെറിയ സ്ഫോടനങ്ങളും ഉണ്ടായി. മുള്ളർക്കാണ് റോക്കറ്റ് എഞ്ചിന്റെയും പ്രൊപ്പല്ലന്റ് ടാങ്കിന്റെയും പ്ലംബിങ്ങിന്റെയും ചുമതലയുണ്ടായിരുന്നത്. റോക്കറ്റിന്റെ ബോഡിയും കപ്ലിങ്ങും ഹാൻസ് കോണിസ്മാന്റെ ജോലിയായിരുന്നു. ഒരു ലോഞ്ചിങ്ങിന്റെ ചിലവ് $6 മില്യൺ താഴെ നിർത്തുക, 2003 ഡിസംബറിന് മുമ്പ് ആദ്യ പരീക്ഷണ വിക്ഷേപണം നടത്തുക എന്നീ വെല്ലുവിളികളാണ് മസ്ക് ഈ ടീമിന് നൽകിയത്. ഫാൽക്കൺ 1ന്റെ ആദ്യഘട്ടത്തിന് 3,10,000 ന്യൂട്ടൺ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു റോക്കറ്റ് എഞ്ചിൻ ആവശ്യമായിരുന്നു. ശുദ്ധീകരിച്ച മണ്ണെണ്ണയും ദ്രവ ഓക്സിജൻ പ്രൊപ്പല്ലന്റും സംയോജിപ്പിച്ചുള്ള ഇന്ധനവും. പുതിയ എഞ്ചിന് വേണ്ടി ഒരു ടർബോ പമ്പ് നിർമ്മിക്കുന്നതിൽ മുള്ളറിന് കാര്യമായ പരിചയമില്ലാത്തതിനാൽ അദ്ദേഹം തുടക്കത്തിൽ നാസയുടെ ഫാസ്റ്റ് ട്രാക്ക് എഞ്ചിനിൽ നിന്ന് ടർബോ പമ്പ് കടമെടുത്തു. ബാർബർ നിക്കോൾസ് കമ്പനി ഈ ടർബോ പമ്പ് സ്പേസ് എക്സിന് നിർമ്മിച്ചു നൽകി. മുള്ളർ നിർമ്മിച്ച ഫസ്റ്റ് സ്റ്റേജ് എഞ്ചിനെ മെർലിൻ എന്നും രണ്ടാം ഘട്ട എഞ്ചിനെ കെസ്ട്രൽ എന്നും വിളിച്ചു. 2003 മാർച്ച് 11 രാത്രി 9 മണിയോടെ മെർലിൻ എഞ്ചിൻ അതിന്റെ ആദ്യത്തെ ഫുൾ ഫയറിംഗ് അര സെക്കൻഡിൽ പൂർത്തിയാക്കി. 2,70,000 ന്യൂട്ടൺ ത്രസ്റ്റിൽ 93% കമ്പസ്റ്റിൻ ശേഷിയും റോക്കറ്റ് ആ ഫയറിംഗിൽ കൈവരിച്ചു. എന്തായാലും മസ്ക് കരുതിയതുപോലെ 2003 ഡിസംബറിന് മുമ്പ് വിക്ഷേപണം നടന്നില്ല. പരീക്ഷണങ്ങൾ തുടർന്നു. ഇതിനിടെ മലേഷ്യൻ സർക്കാർ തങ്ങളുടെ റസാക് സാറ്റ് ഉപഗ്രഹം ഇക്വറ്റോറിയൽ ഭ്രമണപഥത്തിലെത്തിക്കാൻ സ്പേസ് എക്സിനെ സമീപിച്ചു. അതിന് ഫാൽക്കൺ റോക്കറ്റ് ഉപയോഗിക്കാമെന്ന് മസ്ക് തീരുമാനമെടുത്തു. എന്നാൽ റസാക് സാറ്റ് മലേഷ്യ ഉദ്ദേശിച്ച ഭ്രമണപഥത്തിലെത്തിക്കാൻ കാലിഫോർണിയയിലെ ഏതെങ്കിലും വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നും സാധിക്കില്ല. കാരണം റസാക് സാറ്റ് കയറ്റി ഫാൽക്കൺ റോക്കറ്റ് അമേരിക്കൻ ഭൂഖണ്ഡത്തിന്റെ കിഴക്ക് ഭാഗത്തേക്കാണ് പറക്കേണ്ടത്. എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ അമേരിക്ക ഇത് അനുവദിക്കാറില്ല. അതുകൊണ്ട് തന്നെ കാലിഫോർണിയയിലെ വാൻഡംബർഗ് സ്പേസ് ലോഞ്ച് കോംപ്ലക്സിൽ നിന്നും റസാക് സാറ്റിന് വേണ്ടി ഫാൽക്കൺ റോക്കറ്റിന് പറക്കാനാകില്ല. പ്രതീക്ഷിച്ചതുപോലെ അമേരിക്കൻ എയർഫോഴ്സ് മസ്കിന്റെ കമ്പനിക്ക് ലോഞ്ചിങ് ക്ലിയറൻസ് നൽകിയില്ല. $7 മില്യൺ വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ വാൻഡംബർഗ് സ്പേസ് ലോഞ്ചിൽ അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. അത് ചർച്ചകൾക്ക് മേൽ ചർച്ചകളായി നീണ്ടുപോയി. വിക്ഷേപിക്കാൻ മറ്റൊരു സ്ഥലം ആവശ്യമാണെന്ന് മസ്കിന് മനസ്സിലായി. വീണ്ടും മാരത്തൺ ചർച്ചകൾ നിർത്തും. ഒടുവിൽ മാർഷൽ ദ്വീപുകളിലെ വിദൂര ഭൂമിയായ ഒമാലെക് ദ്വീപ് സ്പേസ് എക്സ് സ്വന്തമാക്കി. ചുറ്റും പടിഞ്ഞാറൻ പസഫിക്കിന്റെ അനന്തതയും പഞ്ചസാര മണലിൽ തെങ്ങുകളും കൊണ്ട് ചുറ്റപ്പെട്ട ഒരു പഴയ സൈനിക ഔട്ട്പോസ്റ്റായിരുന്നു അത്. മനോഹരമെങ്കിലും ഒരു മയമില്ലാത്ത സ്ഥലം. കാലിഫോർണിയയിൽ നിന്ന് ബാർജിൽ ഉപകരണങ്ങൾ, ഇന്ധനം, ഭക്ഷണം, വെള്ളം എന്നിവയെല്ലാം ലോഞ്ചിങ് സൈറ്റിലേക്ക് കൊണ്ടുപോയി. 2005 സെപ്റ്റംബറിൽ ഫാൽക്കണിന്റെ ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും ഒമലെക്കിലെത്തിച്ച് അസംബിൾ ചെയ്തു. ലോഞ്ചിങ് ഷെഡ്യൂൾ ചെയ്തു. 2005 നവംബർ 26 ആദ്യ ലോഞ്ച് നിശ്ചയിച്ചത്. മസ്ക് അടക്കമുള്ള സ്പേസ് എക്സ് ജീവനക്കാർ അക്ഷരാർത്ഥത്തിൽ 24 മണിക്കൂർ ജോലി ചെയ്യുകയായിരുന്നു. ഒമലെക്കിലെ കോടിക്കണക്കിന് കൊതുകുകൾ ഒരല്പനേരം സ്വസ്ഥമായി ഇരിക്കാൻ പോലും അനുവദിച്ചില്ല. ലോഞ്ചിങ് നടക്കേണ്ട നവംബർ 26 തലേ ദിവസം സഹികെട്ട് സ്പേസ് എക്സ് ലോഞ്ചിങ് പാഡിലെ കാഷ്വൽ ജീവനക്കാർ പണിമുടക്ക് നടത്തി. മണിക്കൂറുകൾക്കുള്ളിൽ ദ്വീപിലേക്ക് ചിക്കൻ വിങ്സും സിഗരറ്റും ആവശ്യത്തിന് വിസ്കിയും എയർ ഡ്രോപ്പ് ചെയ്താണ് മസ്ക് ഈ സമരം അവസാനിപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ അമേരിക്കൻ എയർഫോഴ്സ് അക്കാഡമിയുടെ ഫാൽക്കൺ സാറ്റ് 2 ആയിരുന്നു മസ്കിന്റെ ഫാൽക്കൺ റോക്കറ്റിന്റെ പേലോഡ്. എന്നാൽ നവംബർ 26 ലോഞ്ചിങ് സംഭവിച്ചില്ല. ഒരു വാൽവിൽ ഓക്സിജനും ഹീലിയവും ലീക്ക് ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ലോഞ്ചിങ് ഉപേക്ഷിച്ചു. വീണ്ടും ഡിസംബർ 20 ലോഞ്ചിങ് നിശ്ചയിച്ചു. മോശം കാലാവസ്ഥ മൂലം അതും സംഭവിച്ചില്ല. ഇതിനിടെ നിരവധി ലീക്കുകളും ഷോർട്ട് സർക്യൂട്ടുകളും റോക്കറ്റിൽ കണ്ടെത്തി. ഒടുവിൽ 2006 മാർച്ച് 24 രാത്രി 10:30 മണിക്ക് മൂന്നാമതും ലോഞ്ചിങ് പുതുക്കി നിശ്ചയിച്ചു. റോക്കറ്റ് ഉയർന്നു. എന്നാൽ 29 സെക്കൻഡിനുള്ളിൽ ആ ദുരന്തം മസ്കിനെ തേടിയെത്തി. റോക്കറ്റിലെ പ്രഷറൈസേഷൻ സിസ്റ്റത്തിൽ ഫയർ ഡാമേജ് സംഭവിച്ച് റോക്കറ്റ് കത്തിയമർന്നു. മസ്ക് ചിരിക്കുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. നമ്മളൊരു റോക്കറ്റ് ഉണ്ടാക്കി, ഇനി നമ്മളത് ഉയർത്തുമെന്ന് മാത്രം പറഞ്ഞു. പരീക്ഷണങ്ങളും മോഡിഫിക്കേഷനും തുടർന്നു. 2007 മാർച്ച് 21 വീണ്ടും ലോഞ്ചിങ്. അതും പരാജയപ്പെട്ടു. 2008 ആഗസ്റ്റ് 3 വീണ്ടും ലോഞ്ചിങ്. അന്ന് റോക്കറ്റ് 290 കിലോമീറ്റർ വരെ ഉയരത്തിൽ പോയാണ് തകർന്നത്. 7 മിനിറ്റും 30 സെക്കൻഡും റോക്കറ്റ് എഞ്ചിൻ ജ്വലിച്ചു. ഭ്രമണപഥത്തിലെത്തുന്നതിൽ പരാജയപ്പെട്ടെങ്കിലും ഓരോ തവണയും തൻ്റെ റോക്കറ്റ് മെച്ചപ്പെടുന്നത് മസ്ക് കണ്ടുനിന്നു. നാസ ആദ്യമായി സ്പേസ് എക്സുമായി സഖ്യത്തിലായ ലോഞ്ചായിരുന്നു അത്. ഒടുവിൽ 2008 സെപ്റ്റംബർ 28 ഫാൽക്കൺ റോക്കറ്റ് 1ഉം 2ഉം ഘട്ടം വിജയകരമായി പേലോഡ് ലോ എർത്ത് ഓർബിറ്റിലെത്തി. മസ്ക് അപ്പോഴും ചിരിക്കുന്നുണ്ടായിരുന്നു.
പിറകെ 2009 ജൂലൈ 14-ന് മലേഷ്യയുടെ റസാക്ക് സാറ്റ് ഉപഗ്രഹം മസ്കിന്റെ ഫാൽക്കൺ റോക്കറ്റിന്റെ ചിറകിലേറി കൃത്യമായി ഭ്രമണപഥത്തിലെത്തി. ഇലോൺ മസ്ക് ഒരിക്കലും ഒരു ഇലക്ട്രിക് കാർ കമ്പനി ആരംഭിച്ചിട്ടില്ല. X.comൽ നിന്നും സ്പേസ് എക്സിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായി ടെസ്ലയുടെ സൃഷ്ടാവ് മസ്ക് ആയിരുന്നില്ല. എന്നാൽ ഇന്ന് ലോകത്തിന് അറിയാവുന്നതുപോലെ ടെസ്ലയുടെ കഥ മസ്കിനോട് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് വെറും ചെക്ക് എഴുതി ടെസ്ലയുടെ സ്ഥാപകർക്ക് കൊടുത്തതുകൊണ്ട് മാത്രമല്ലായിരുന്നു. മറിച്ച് മസ്ക് തൻ്റെ സമയവും ഊർജവും അഭിനിവേശവും നിയന്ത്രണങ്ങളും അതിന് നൽകിയതുകൊണ്ടുകൂടിയാണ്. 2000-ന്റെ തുടക്കത്തിൽ മസ്ക് സ്വയം സ്പേസ് എക്സിൽ ആണ്ടുപൂണ്ട് കിടക്കുകയായിരുന്നു. റോക്കറ്റുകൾ അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമയ അഭിനിവേശമായിരുന്നെങ്കിലും ഭൂമിയുടെ ഊർജ്ജഭാവിയെക്കുറിച്ച് മസ്ക് കൂടുതൽ ആശങ്കാകുലനായി. അത് കാണാൻ ഒരു റോക്കറ്റ് ശാസ്ത്രജ്ഞന്റെ ആവശ്യമില്ലായിരുന്നു. ഫോസിൽ ഇന്ധനങ്ങളോടുള്ള ലോകത്തിന്റെ ആസക്തി ഭൂമിയെ കൊല്ലുകയായിരുന്നു. കാലാവസ്ഥാ വ്യതിയാനം ത്വരിതഗതിയിലായി. എണ്ണയെച്ചൊല്ലി യുദ്ധങ്ങൾ നടക്കുന്നു. എന്നിട്ടും ആ ആസക്തിയുടെ ഏറ്റവും ദൃശ്യമായ എഞ്ചിനായ കാർ വ്യവസായം നവീകരിക്കപ്പെടാതെ തുടരുകയാണെന്ന് മസ്ക് കരുതി. ഇലക്ട്രിക് കാറുകൾ മസ്കിന് കൗതുകമായിരുന്നു. വാസ്തവത്തിൽ 90കളിൽ പുറത്തിറങ്ങിയ വേഗത കുറഞ്ഞ അത്തരം ബോക്സ് കാറുകളിൽ ചിലത് അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. പാശ്ചാത്യർ അപ്പോഴും അവയെ ഗോൾഫ് കാർട്ടുകൾ മാത്രമായിട്ടാണ് കരുതിയത്. അതിനാൽ തന്നെ ഹൈ പെർഫോമൻസ് ഉള്ള ഇലക്ട്രിക് സ്പോർട്സ് കാർ വികസിപ്പിക്കുന്ന സിലിക്കൺ വാലിയിലെ ഒരു ചെറിയ കമ്പനിയെക്കുറിച്ച് ആദ്യമായി കേട്ടപ്പോൾ മസ്കിൽ ജിജ്ഞാസ ജ്വലിച്ചു. ആ കമ്പനിയുടെ പേര് ടെസ്ല മോട്ടോഴ്സ് എന്നായിരുന്നു. 2003-ൽ മാർട്ടിൻ എബർഹാർഡും മാർക്ക് ടാർപെന്നിങ്ങും ചേർന്നാണ് ടെസ്ല സ്ഥാപിച്ചത്. വെറുമൊരു പരിസ്ഥിതി സൗഹൃദ കളിപ്പാട്ടം നിർമ്മിക്കുകയായിരുന്നില്ല അവരെന്ന് മസ്കിന് ആദ്യ കാഴ്ചയിലെ മനസ്സിലായി. അവർ AC പ്രൊപ്പൽഷനുമായി സാങ്കേതിക പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടിരുന്നു. അവർ അതിനിടയ്ക്ക് സീറോ എന്ന പരീക്ഷണാത്മക ഇലക്ട്രിക് കാർ വികസിപ്പിച്ചെടുത്തു. അവിശ്വസനീയമായ വിധത്തിൽ വേഗതയേറിയതും ചിലവേറിയതും പ്രായോഗികമല്ലാത്തതുമായ ഒരു കാർ. ആ കമ്പനിക്ക് ഒരു വിദഗ്ധനായ മാനേജറുടെ കുറവുണ്ടെന്ന് മസ്ക് മനസ്സിലാക്കി. കാരണം ലിഥിയം അയൺ ബാറ്ററികൾ ഉപയോഗിച്ച് ഇലക്ട്രിക് കാറുകൾക്ക് ഫോസിൽ ഇന്ധന കാറുകളെക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും. എന്നാൽ ഇത് ലോകത്ത് ബോധ്യപ്പെടുത്താൻ കഴിയണം, വിൽക്കണം. എബർഹാർഡിനും ടാർപെന്നിങ്ങിനും ശരിയായ ആശയമുണ്ടായിരുന്നു. സീറോ സ്പിരിറ്റ് മാർക്കറ്റിന് ഇണങ്ങുന്ന ഒരു സ്പോർട്സ് കാറാക്കി പരിഷ്കരിക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അവർക്ക് ഫണ്ടിങ്ങും വിദഗ്ധ മാനേജ്മെൻറ്റും ആവശ്യമായിരുന്നു. അവിടെയാണ് മസ്ക് എത്തിയത്. 2004-ന്റെ തുടക്കത്തിലാണ് മസ്ക് മാർട്ടിൻ എബർഹാർഡിനെയും മാർക്ക് ടാർപെന്നിങ്ങിനെയും കണ്ടുമുട്ടിയത്. ലോസ് ഏഞ്ചൽസിലെ ഒരു കോഫി ഷോപ്പിലിരുന്ന് മാർട്ടിൻ മസ്കിന് മുന്നിൽ തങ്ങളുടെ പ്രോട്ടോടൈപ്പ് അവതരിപ്പിച്ചു. അവർ അതിൽ നന്നായി പണിയെടുത്തിട്ടുണ്ടെന്ന് വ്യക്തമായിരുന്നു. ബാറ്ററി കെമിസ്ട്രി, പവർ ട്രെയിൻ എന്നിവയെല്ലാം അവർക്ക് കൃത്യമായി വിശദീകരിക്കാൻ കഴിഞ്ഞു. എന്നാലും കാര്യങ്ങൾ എളുപ്പമല്ലെന്ന് മസ്കിന് അറിയാമായിരുന്നു. ആ കാലത്ത് ഒരു ഇലക്ട്രിക് കാർ കമ്പനിയും മാർക്കറ്റിൽ വിജയിച്ചിട്ടില്ല. അവസാനം കൊട്ടിഘോഷിച്ച് പുറത്തിറങ്ങിയ GMന്റെ EV1 അക്ഷരാർത്ഥത്തിൽ തകർന്ന് തരിപ്പണമായിരുന്നു. ഓട്ടോ വ്യവസായം ദയാരഹിതവും വലിയ മൂലധനം ആവശ്യമുള്ളതും ഭീമൻ കോർപ്പറേറ്റുകളുടെ ആധിപത്യവുമായിരുന്നു. ഒരു കാർ കമ്പനി ആരംഭിക്കുന്നത് ആത്മഹത്യയായിട്ടാണ് വ്യാപകമായി കണക്കാക്കപ്പെട്ടത്. പക്ഷേ അസാധ്യമായ സാധ്യതകൾ മസ്കിനെ ഒരിക്കലും പിന്തിരിപ്പിച്ചിട്ടില്ല. വിദൂരമായൊരു പസഫിക് ദ്വീപിൽ നിന്ന് റോക്കറ്റ് പൊക്കാൻ ശ്രമിച്ച കോടികൾ കത്തിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുന്ന മസ്കിന് ഭയമെന്തെന്നറിയില്ലായിരുന്നു. അങ്ങനെ മസ്ക് ടെസ്ലയുടെ സീരീസ് A നിക്ഷേപ റൗണ്ട് ആഘോഷമാക്കി. സ്വന്തം കയ്യിൽ നിന്ന് $6.5 മില്യൺ മസ്ക് നൽകിയത്. അതോടെ ടെസ്ലയുടെ ഏറ്റവും വലിയ ഓഹരി ഉടമയും ബോർഡ് ചെയർമാനുമായി മസ്ക് മാറി. ടെസ്ലയെക്കുറിച്ചുള്ള മസ്കിന്റെ കാഴ്ചപ്പാട് നിശ്ചയിച്ചതിനേക്കാൾ വലുതായിരുന്നുവെന്ന് മുൻ ഉടമകൾക്ക് വേഗം മനസ്സിലായി. ടെസ്ലയുടെ നിലനിൽപ്പിനുള്ള ഔദ്യോഗിക കാരണമായി മസ്ക് മാറി. തുടക്കം മുതൽ മസ്ക് സ്പേസ് എക്സിനൊപ്പം ടെസ്ലയ്ക്കും പൂർണ്ണമായി മനസ്സ് കൊടുത്തു. അതൊരു എസ്കേപ്പ് ഡോർ പോലെയായിരുന്നു മസ്കിന്. ഏതെങ്കിലും കാരണവശാൽ ഒമലെക് ദ്വീപിൽ സ്പേസ് എക്സ് കത്തിയെരിഞ്ഞാൽ എന്തെങ്കിലും കയ്യിൽ വേണമായിരുന്നു. അതായിരുന്നു ടെസ്ല. ആദ്യത്തെ ടെസ്ല കാർ ഇലക്ട്രിക് വാഹനങ്ങളെക്കുറിച്ചുള്ള എല്ലാ മുൻവിധികളെയും തകർക്കുന്ന ഒരു കാറായിരിക്കണമെന്ന് മസ്ക് ആഗ്രഹിച്ചു. വേഗതയേറിയ, ഏറ്റവും ആധുനിക ഡിസൈനിലുള്ള ശക്തമായൊരു കാർ. അങ്ങനെ റോഡ്സ്റ്റർ പിറന്നു. ലോട്ടസ് എലിസ് ചേസിസ് അടിസ്ഥാനമാക്കിയാണ് ടെസ്ല ആദ്യകാല കാറുകൾ രൂപകൽപ്പന ചെയ്തത്. കാരണം അത് ഭാരം കുറഞ്ഞതും സ്പോർട്ടിയും ഉയർന്ന പെർഫോമൻസിനു വേണ്ടി രൂപകൽപ്പന ചെയ്തതുമായിരുന്നു. പക്ഷേ കാറിൻ്റെ മറ്റു ഭാഗങ്ങളെല്ലാം എവിടെ നിന്നും കടമെടുത്തതല്ല. അത് പൂർണ്ണമായും ടെസ്ലയായിരുന്നു. ബാറ്ററി മാനേജ്മെൻറ്റ്, ഇലക്ട്രിക് ഡ്രൈവ് ട്രെയിൻ, പവർ ഇലക്ട്രോണിക്സ്, അങ്ങനെയെല്ലാം അവർ ഒരു പുതിയ തരം ഓട്ടോമൊബൈൽ കണ്ടുപിടിക്കുകയായിരുന്നു. ഒരു കാര്യം മറക്കരുത്, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു കാർ കമ്പനി കെട്ടിപ്പടുക്കുക എന്നത് നരകമാണ്. ആ നരകം അതിജീവിക്കേണ്ടതുണ്ടായിരുന്നു. ആ കൊടുങ്കാറ്റിൽ മസ്കായിരുന്നു കമ്പനിയുടെ നങ്കൂരം. റോഡ്സ്റ്റർ പെട്ടെന്ന് സാങ്കേതികവും ലോജിസ്റ്റിക്കൽ വെല്ലുവിളികളും നിറഞ്ഞൊരു ചുഴലിക്കാറ്റായി മാറി. കമ്പനി പ്രൊഡക്ഷൻ ടൈം ലൈൻ ഒരിക്കലും പാലിക്കാൻ സാധിക്കാതെ വന്നു. ചെലവുകൾ ആദ്യഘട്ടത്തിൽ അമിതമായി. ഉൽപ്പാദനത്തിന് കാലതാമസം വർദ്ധിച്ചു. വിതരണക്കാർ കൈവിട്ടു. ഇതിനെല്ലാം പുറമെ മസ്കിനും ടെസ്ലയുടെ സ്ഥാപക സംഘത്തിനുമിടയിൽ ആന്തരിക പിരിമുറുക്കങ്ങൾ ശക്തമായി. അന്ന് മാർട്ടിൻ എബർഹാർഡായിരുന്നു CEO. അദ്ദേഹം മിടുക്കനും കഴിവുള്ളവനുമായിരുന്നെങ്കിലും സ്വാഭാവികമായ കാലതാമസത്തിൻ്റെയും ആളായിരുന്നു. എന്നാൽ മസ്കിന് കാര്യങ്ങൾ വേഗത്തിൽ നീങ്ങണമായിരുന്നു. മസ്കും മാർട്ടിനും തമ്മിലുള്ള ശീതയുദ്ധം തുടരുന്നതിനിടെ സാമ്പത്തികമായി ടെസ്ല കമ്പനി തകർന്നു. ഒടുവിൽ നേതൃത്വം മാറേണ്ടതുണ്ടെന്ന് ഡയറക്ടർ ബോർഡിന് വ്യക്തമായി.
2007 മസ്ക് ഡയറക്ടർ ബോർഡിൽ അട്ടിമറിക്ക് നേതൃത്വം നൽകി. അതത്ര സുഗമമായിരുന്നില്ല. വലിയ മാധ്യമ ശ്രദ്ധ ലഭിച്ചു. മസ്കിനെ അവർ വില്ലനാക്കി. സ്ഥാപകരോടെല്ലാം പിരിഞ്ഞു പോകാൻ മസ്ക് ആവശ്യപ്പെട്ടുവെന്ന വാർത്തകൾ വന്നു. എന്തായാലും മാർട്ടിൻ CEO സ്ഥാനത്ത് നിന്ന് പുറത്തായി. പകരം മസ്കിന്റെ വിശ്വസ്തൻ സ്റ്റീവ് ഡ്രോറിയെ CEO ആക്കി. ടെക്നിക്കൽ ടീമിനെ പുനഃക്രമീകരിച്ചു. ചിലവുകൾ വെട്ടിക്കുറച്ചു. റോഡ്സ്റ്റർ സമയത്തിന് വിപണിയിൽ ഇറക്കുന്നതിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പക്ഷേ ടെസ്ലയുടെ പ്രതിസന്ധികൾ അവസാനിച്ചിരുന്നില്ല. 2008 അമേരിക്കൻ സാമ്പത്തിക പ്രതിസന്ധി ടെസ്ലയുടെ നടുവൊടിച്ചു. വെഞ്ചർ ക്യാപിറ്റൽ മുഴുവൻ വറ്റിപ്പോയി. കാർ വിൽപ്പന ഇടിഞ്ഞു. സ്പേസ് എക്സും ടെസ്ലയും ചേർന്ന് മത്സരിച്ച് മസ്കിന്റെ പണം കത്തിച്ചു കളയുകയായിരുന്നു. മസ്ക് തൻ്റെ സ്വന്തമായിരുന്നതെല്ലാം വിറ്റു. സുഹൃത്തുക്കളിൽ നിന്നും കടം വാങ്ങി. 2008 ഡിസംബറിൽ കമ്പനി പാപ്പരാവാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഒരു നിർണായക ഫണ്ടിംഗ് പൂർത്തിയാക്കാൻ മസ്കിന് കഴിഞ്ഞു. അതേസമയം തന്നെ സ്പേസ് എക്സ് ഫാൽക്കൺ 1 വിജയകരമായി ഭ്രമണപഥത്തിലേക്ക് വിക്ഷേപിച്ചിരുന്നു. ആ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ സ്വകാര്യ കമ്പനി. അതേ ആഴ്ചയിൽ സ്പേസ് എക്സ് നാസയുമായി $1.6 ബില്യൺ കരാറിൽ ഒപ്പുവെച്ചു. വിശ്വാസ്യതയുടെയും മൂലധനത്തിൻ്റെയും ഒഴുക്ക് രണ്ട് കമ്പനികളെയും സജീവമായി നിലനിർത്തി. ടെസ്ലയിൽ 2008 മസ്ക് CEOയും പ്രൊഡക്റ്റ് ആർക്കിടെക്റ്റുമായി ഔദ്യോഗികമായി ചുമതലയേറ്റു. ആ നിമിഷം മുതൽ ടെസ്ല സ്പേസ് എക്സിനെ പോലെ തന്നെ മസ്കിൻ്റെ ഒന്നാം ദൗത്യമായി മാറി. എഞ്ചിനീയറിംഗ് മീറ്റിങ്ങുകൾ, ഡിസൈൻ അവലോകനങ്ങൾ, വിതരണക്കാരുമായുള്ള ചർച്ചകൾ എന്നിവയിൽ മസ്ക് പൂർണ്ണമായും മുഴുകി. കാറിൻ്റെ ഡോർ അടയുമ്പോഴുണ്ടാകുന്ന ശബ്ദം മുതൽ വീൽവെല്ലുകളുടെ വളവ്, മോട്ടോർ കൺട്രോളർ പ്രവർത്തിപ്പിക്കുന്ന സോഫ്റ്റ്വെയർ വരെയുള്ള എല്ലാ വിശദാംശങ്ങളിലും മസ്ക് ശ്രദ്ധിച്ചു. ഒടുവിൽ റോഡ്സ്റ്റർ യാഥാർത്ഥ്യമായി. അത് എല്ലാ തരത്തിലും പൂർണ്ണതയുള്ളതായിരുന്നില്ല. പക്ഷെ അതൊരു യാഥാർത്ഥ്യമായിരുന്നു. 4 സെക്കൻഡിനുള്ളിൽ 60 മൈൽ വേഗത കൈവരിക്കാൻ കഴിയുന്ന പ്രീമിയം ഇലക്ട്രിക് കാർ. ഒറ്റ ചാർജിൽ 200 മൈലിലധികം ദൂരം ഓടും. ലോകം ഇതാദ്യം വിശ്വസിക്കുക പോലും ചെയ്തില്ല. റോഡ്സ്റ്റർ പുറത്തിറങ്ങിയതോടെ ഒരു കാർ നിർമ്മിച്ചു എന്നതിനേക്കാൾ ഭൂമിയിലെ ഏറ്റവും പഴക്കമേറിയതും പണക്കൊഴുപ്പുള്ളതുമായ വ്യവസായങ്ങളിലൊന്നിൻ്റെ കുത്തക വെല്ലുവിളിക്കാൻ കഴിയുമെന്ന് മസ്ക് തെളിയിച്ചു. അപ്പോഴേക്കും ടെസ്ലയിൽ മസ്കിൻ്റെ ഉടമസ്ഥാവകാശ ഓഹരി ആകാശം മുട്ടും പോലെ വളർന്നിരുന്നു. സ്ഥാപകരും പ്രൊമോട്ടർമാരുമെല്ലാം പിന്മാറി നിന്നപ്പോൾ മസ്കായിരുന്നു ടെസ്ലയുടെ മുഖം. അത് തുടർന്നു. റോഡ്സ്റ്റർ ഒരു ഭാഗ്യാന്വേഷിക്ക് കിട്ടിയ ലോട്ടറിയല്ലെന്ന് മസ്കിന് തെളിയിക്കണമായിരുന്നു. ഭൂമിയിലെ ഏറ്റവും മികച്ച കാർ പുറത്തിറക്കുക, അതും ഇലക്ട്രിക്. അടുത്തതായി തൻ്റെ R&D ടീമിനെ മസ്ക് പ്രചോദിപ്പിച്ചത് ഇത് പറഞ്ഞായിരുന്നു. മോഡൽ എസിൻ്റെ പിന്നിലെ കാഴ്ചപ്പാട് അതായിരുന്നു. തുടക്കത്തിൽ മോഡൽ എസിൻ്റെ സ്കെച്ച് തയ്യാറായി. മധ്യത്തിൽ ഒരു വലിയ ടച്ച് സ്ക്രീനോട് കൂടിയ ഫ്ലൂയിഡായ വരകൾ നിറഞ്ഞ ഡിസൈൻ. എഞ്ചിനില്ല, ഗ്രില്ലില്ല, ഗ്യാസ് ക്യാപ്പില്ല, അലൂമിനിയം ബോഡി, ഡിസൈൻഡ് ഡോർ ഹാൻഡിലുകൾ, ടെയിൽ ലൈറ്റിന് പിന്നിലെ മറഞ്ഞിരിക്കുന്ന ചാർജിംഗ് പോർട്ട് എന്നിവയെല്ലാം മസ്കിൻ്റെ തലയിൽ വിരിഞ്ഞ ആശയമായിരുന്നു. താൻ പറഞ്ഞത് നടപ്പാകാൻ വേണ്ടി ഡിസൈനർമാരുമായി മണിക്കൂറുകളോളം തർക്കിക്കുന്നതിൽ ഹരം കണ്ടെത്തിയിരുന്നു ഇലോൺ മസ്ക് എന്ന് അന്നത്തെ ടീമംഗങ്ങൾ ഓർക്കുന്നു. അവയോരോന്നും ശരിയുമായിരുന്നുവെന്ന് പിന്നീട് വിപണിയിലെ പ്രതികരണങ്ങൾ തെളിയിച്ചതും അവർക്ക് അതിശയമാണ്. പരിമിതമായ വിഭവങ്ങളുള്ള ഒരു ചെറിയ ടീമായിരുന്നു അപ്പോഴും ടെസ്ല. ഒരു ഘട്ടത്തിൽ അടുത്ത മാസം ശമ്പളം നൽകാൻ കമ്പനിക്ക് മതിയായ പണമുണ്ടോ എന്ന് പോലും അറിയില്ലായിരുന്നു. മസ്ക് പേപ്പാലിൽ നിന്നും തനിക്ക് ലഭിച്ച പണം മുഴുവൻ ടെസ്ലയിൽ നിക്ഷേപിച്ചു. എന്തെങ്കിലും നിലനിൽക്കണമെന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ, നിങ്ങളുടെ അസ്ഥികളിൽ പോലും അതൊരു ലഹരിയായി പടരുമ്പോൾ അനുമതിക്കായി കാത്തിരിക്കുന്നത് നിർത്തണമെന്ന് ഇതിനകം മസ്ക് പഠിച്ചിരുന്നു. മോഡൽ എസിൻ്റെ ബാറ്ററി പാക്കാണ് ആദ്യം തയ്യാറായത്. 5 സെക്കൻഡിനുള്ളിൽ 0 നിന്ന് 90 കിലോമീറ്റർ ദൂരം കൈവരിക്കാൻ അതിന് കഴിയുമായിരുന്നു. എഞ്ചിൻ ശബ്ദമില്ല, ശുദ്ധമായ തൽക്ഷണ ടോർക്ക് മാത്രം. ശാന്തമായ ഒരു തെരുവിൽ നിന്ന് ഒരു ബഹിരാകാശ പേടകം വിക്ഷേപിക്കുന്നത് പോലെയായിരുന്നു അത്. 17 ഇഞ്ച് ടച്ച് സ്ക്രീനാണ് മസ്ക് മോഡൽ എസിൽ വിഭാവനം ചെയ്തത്. അത് ഭ്രാന്തമായ ആശയമാണെന്ന് ഡിസൈനർമാർ തർക്കിച്ചു. ആരും അവരുടെ കാറിൽ ഒരു ഭീമൻ സ്ക്രീൻ ആഗ്രഹിക്കുന്നില്ല എന്നായിരുന്നു അവരുടെ വാദം. ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിപ്പിക്കുന്നത് പോലെ കാർ പ്രവർത്തിപ്പിക്കാനാകണമെന്ന് മസ്ക് പറഞ്ഞു. 2012 ഫ്രീമോണ്ട് ഫാക്ടറിയിൽ നിന്ന് മോഡൽ എസ് പുറത്തിറങ്ങി. കൺസ്യൂമർ റിപ്പോർട്ടുകൾ അതുവരെ ഒരു കാറിന് നൽകിയ ഏറ്റവും മികച്ച റേറ്റിംഗാണ് മോഡൽ എസിന് നൽകിയത്. ഇതുവരെ പരീക്ഷിച്ചതിൽ വെച്ച് ഏറ്റവും സുരക്ഷിതമായ സെഡാൻ ഇതാണെന്ന് സുരക്ഷാ ഏജൻസികളും പറഞ്ഞതോടെ ടെസ്ല ഷോറൂമുകളുടെ മുന്നിൽ നീണ്ട വരികൾ രൂപപ്പെട്ടു. ലോകം മസ്കിനെ റോക്കറ്റുകളും ഇലക്ട്രിക് കാറുകളുമായി മാത്രം ബന്ധപ്പെടുത്തിയല്ല സാധാരണ ചിത്രീകരിക്കാറുള്ളത്. അദ്ദേഹത്തിൻ്റെ വിചിത്രമായ സ്വകാര്യ ജീവിതവും ഒരു മിസ്റ്ററിയാണ്. 2002 ജസ്റ്റിൻ വിൽസണും മസ്കിനും ആദ്യ മകൻ നെവാഡ അലക്സാണ്ടർ ജനിച്ചു. എന്നാൽ 10 ആഴ്ചകൾക്ക് ശേഷം അവൻ ജനിതക രോഗം ബാധിച്ചു മരിച്ചു. അത് മസ്കിനെ ഏറെ നാൾ അന്തർമുഖനാക്കിയിരുന്നു. ജസ്റ്റിൻ മസ്ക് ദമ്പതികൾക്ക് പിന്നീട് 5 മക്കൾ ജനിച്ചു. ആദ്യം ഇരട്ടകളും പിന്നീട് 3 കുട്ടികളും, 5 ആൺകുട്ടികൾ. ഈ സമയത്തെല്ലാം മസ്ക് സ്പേസ് എക്സിൻ്റെ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട് വിദൂര ദ്വീപുകളിലായിരുന്നു. ഇതിനിടെ ജസ്റ്റിനുമായുള്ള ബന്ധത്തിൽ ഉലച്ചിലുകൾ തുടങ്ങി. മസ്ക് അക്കാലത്ത് വൈകാരികമായി ഒറ്റപ്പെട്ട രീതിയിലായിരുന്നു. 2008 ഇരുവരും വിവാഹമോചിതരായി. അതിനുശേഷമാണ് തലൂല റൈലി മസ്കിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ഇരുവരും 3 ദിവസത്തിനുള്ളിലാണ് പ്രണയത്തിലായത്. 2010 വിവാഹിതരായി. 2012 വിവാഹമോചനം നേടി. 2013 വീണ്ടും വിവാഹം കഴിച്ച് 2016 വീണ്ടും വിവാഹമോചനം നേടി.
മസ്ക് കുറച്ചു നാളത്തേക്ക് ആംബർ ഹേർഡുമായി ഡേറ്റ് ചെയ്തിരുന്നു. ഇരുവരും പെട്ടെന്ന് പിരിഞ്ഞു. പിന്നെ ക്ലെയർ ഗ്രിംസുമായുള്ള ബന്ധം. മസ്ക് കണ്ടുമുട്ടിയ ആരിൽ നിന്നും വ്യത്യസ്തയായിരുന്നു ക്ലെയർ. അവർക്ക് 3 മക്കൾ ജനിച്ചു. ഈ വർഷങ്ങളിൽ ന്യൂറാലിങ്കിലെ എക്സിക്യൂട്ടീവായ ഷിവോൺ സിലിസുമായി മസ്ക് ബന്ധം ആരംഭിച്ചിരുന്നു. അവർക്ക് ഇരട്ടക്കുട്ടികൾ ജനിച്ചു. നിലവിൽ 3 ഭാര്യമാരിലായി മസ്കിന് 11 മക്കളുണ്ട്. പ്രിട്ടോറിയയിൽ നക്ഷത്രങ്ങളെ നോക്കിയിരിക്കുന്ന ഏകാഗിയായ ഒരു ആൺകുട്ടിയായിരുന്നപ്പോൾ സമ്പത്തിനെക്കുറിച്ച് മസ്ക് ചിന്തിച്ചിരുന്നില്ല. ഇന്ന് 2025-ൽ മസ്കിന്റെ ആസ്തി നാളെ എത്രയായിരിക്കുമെന്ന് ലക്ഷക്കണക്കിന് ഡോളർ പന്തയം വയ്ക്കുന്ന ആളുകളും ബെറ്റിംഗ് കമ്പനികളും വരെയുണ്ട്. ഒരാഴ്ച അത് $210 ബില്യൺ. അടുത്ത ആഴ്ച അത് $185 ബില്യൺ ആകും. വീണ്ടും $200 ബില്യൺ ആകും. മസ്കിന് പണം ഒരു ഉപകരണം മാത്രമാണ്. ആദ്യ കേൾവിയിൽ ആർക്കും വിശ്വസിക്കാനാവാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള ഉപകരണം. മനുഷ്യനെ ഒരു മൾട്ടിപ്ലാനറ്ററി സ്പീഷീസ് ആക്കാനുള്ള യാത്ര ത്വരിതപ്പെടുത്തുന്നതിനും AI ഉത്തരവാദിത്തത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഊർജത്തിൻ്റെയും ഗതാഗതത്തിൻ്റെയും ഭാവി മാറ്റിയെഴുതുന്നതിനുമുള്ള ഒരു മാർഗം. സമ്പത്തിന് പിറകെ പോയിരുന്നെങ്കിൽ പേപ്പാലിൽ നിന്നും കിട്ടിയ $176 മില്യൺ മസ്കിനെ വിരമിക്കാമായിരുന്നു. എന്നാൽ ശാന്തത മസ്കിനെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന സംഗതിയായിരുന്നു. ടെസ്ല ഇന്ന് ഭാവിയുടെ എഞ്ചിനാണ്. ഊർജ്ജ സാമ്രാജ്യമാണ്. ലോകമെമ്പാടും 5 ദശലക്ഷത്തിലധികം വാഹനങ്ങൾ ടെസ്ല വിറ്റഴിച്ചു. എന്നാലും മത്സരം മുമ്പത്തേക്കാളും രൂക്ഷമാണ്. ടെസ്ലയുടെ റോബോ ടാക്സി ഫ്ലീറ്റ് വലിയ തോതിൽ വിന്യസിക്കപ്പെട്ടു കഴിഞ്ഞു. ഓസ്റ്റിൻ, ഷാങ്ഹായ്, ബെർലിൻ തുടങ്ങിയ നഗരങ്ങളിൽ പൂർണ്ണമായും ഡ്രൈവറില്ലാ കാറുകൾ ഓടുന്നു. കൃത്രിമ ബുദ്ധി എന്നേക്കുമായി മാറ്റിയെഴുതാനുള്ള പ്രൊജക്റ്റുകളിൽ സജീവമാണ് ഇന്ന് എലോൺ മസ്ക്. ഓപ്റ്റിമസ് ഹ്യൂമനോയിഡ് റോബോട്ട് പ്രോട്ടോടൈപ്പ് ഘട്ടം കഴിഞ്ഞു. ഓപ്റ്റിമസിന് ഇപ്പോൾ നടക്കാനും ഭാരമുയർത്താനും ഫാക്ടറികളിൽ ജോലി ചെയ്യാനും സാധിക്കും. ഇപ്പോൾ ടെസ്ലയുടെ ഏകദേശം 13% ഓഹരികൾ മസ്കിന് കൈവശമുണ്ട്. മറ്റ് സംരംഭങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനായി ഹോൾഡിംഗുകളുടെ ഏറിയ ഭാഗവും വിറ്റിരുന്നു. $850 ബില്യൺ മൂല്യമുള്ള ടെസ്ല ഇന്നും മസ്കിൻ്റെ പ്രധാന ബിസിനസ്സായി തുടരുന്നു. 90% വിശ്വാസ്യതാ നിരക്കിൽ സ്റ്റാർഷിപ്പ് വിക്ഷേപണം പൂർത്തിയാക്കിയ സ്പേസ് എക്സും സുരക്ഷിതമായി തുടരുന്നു. സ്പേസ് എക്സ് ആവിഷ്കരിച്ച പൂർണ്ണമായും പുനരുപയോഗിക്കാവുന്ന റോക്കറ്റുകൾ വിക്ഷേപണ ചിലവ് കുത്തനെ കുറച്ചു. ചന്ദ്രനിൽ സ്ഥിരമായ മനുഷ്യ സാന്നിധ്യത്തിനുള്ള അടിത്തറ പാകാനുള്ള ശ്രമങ്ങൾ സ്പേസ് എക്സ് ആരംഭിച്ചിട്ടുണ്ട്. നാസയുടെ ആർടെമിസ് ദൗത്യങ്ങളെ സ്പേസ് എക്സ് പിന്തുണയ്ക്കുന്നു. ഇപ്പോൾ എല്ലാ മാസവും ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് സ്പേസ് എക്സ് റോക്കറ്റുകൾ കാർഗോ റൺ ചെയ്യുന്നു. സ്റ്റാർലിങ്കിന് 6000-ലധികം ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിലുണ്ട്. വിദൂര മരുഭൂമികളിലും കാടുകളിലും പോലും അത് അതിവേഗ ഇന്റർനെറ്റ് നൽകുന്നു. മസ്കിന്റെ ഏറ്റവും വലിയ സ്വപ്നം ചൊവ്വാഗ്രഹമാണ്. 2024-ൽ ഇതിനായി സ്പേസ് എക്സ് ക്രൂ ഇല്ലാത്ത പേലോഡുകൾ ഇറക്കിയിരുന്നു. 5 വർഷത്തിനുള്ളിൽ ആദ്യത്തെ ക്രൂ ഫ്ലൈറ്റിനായി തയ്യാറെടുക്കുന്നു. ചൊവ്വയിലെ മണ്ണിൽ മനുഷ്യന്റെ കാൽപ്പാടുകൾ എന്ന ആശയം ഇനി ഫാന്റസിയല്ല, അത് കയ്യെത്തും ദൂരത്താണെന്ന് മസ്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. $180 ബില്യൺ മൂല്യമുള്ള സ്പേസ് എക്സിന്റെ 40%-ലധികം മസ്കിന്റെ ഉടമസ്ഥതയിലാണ്. കൂടാതെ വോട്ടിംഗ് ഷെയറുകളുടെ 70%-വും മസ്കിന്റെ നിയന്ത്രണത്തിലാണ്. മസ്ക് ട്വിറ്റർ വാങ്ങിയപ്പോൾ ലോകം വീണ്ടും ചൊവ്വാഗ്രഹ സ്വപ്നാടകന്റെ ഭ്രാന്ത് കണ്ട് ചിരിച്ചിരുന്നു. അതൊരു ഈഗോ ട്രിപ്പാണെന്ന് ലോകം മുഴുവൻ പറഞ്ഞു. ഇപ്പോൾ എക്സ് എന്ന് വിളിക്കപ്പെടുന്ന ട്വിറ്റർ എന്തിനും വേണ്ടിയുള്ള ഒരു ആപ്പായി മാറ്റുകയാണ് തന്റെ ലക്ഷ്യമെന്ന് മസ്ക് പറയുന്നു. ചൈനയിലെ വിചാറ്റ് പോലെ. എക്സിന്റെ 74% ഉടമസ്ഥത ഇപ്പോൾ മസ്കിന് കൈവശമുണ്ട്. എക്സ് ഇപ്പോൾ $50 ബില്യൺ വിലമതിക്കുന്ന കമ്പനിയാണ്. മനുഷ്യബുദ്ധിയുടെ മറ്റൊരു ഡയമെൻഷൻ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് മസ്കിന്റെ ന്യൂറാലിങ്ക്. മനുഷ്യരിൽ ന്യൂറാലിങ്ക് വിജയകരമായി ഇംപ്ലാന്റ് ചെയ്തിരുന്നു. ഇയാൾക്ക് ഇപ്പോൾ തൻ്റെ ചിന്തകൾ കൊണ്ട് കമ്പ്യൂട്ടർ കഴ്സർ ചലിപ്പിക്കാൻ കഴിയും. മറ്റൊരാൾക്ക് കൃത്രിമ അവയവത്തിൽ സംവേദനങ്ങൾ അനുഭവിക്കാൻ കഴിയും. മനുഷ്യർ ഇതുവരെ സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും അപകടകരവും അതേസമയം പ്രതീക്ഷ നൽകുന്നതുമായ സാങ്കേതിക വിദ്യയാണ് AI. ഇതിൽ ആവേശം കയറിയാണ് മസ്ക് 2023-ൽ XAI ആരംഭിച്ചത്. ആശയം ലളിതമായിരുന്നു: സത്യസന്ധമായ ഒരു AI നിർമ്മിക്കുക. അറിവ് നൽകുന്നതും സത്യസന്ധവും മാനവികതയുടെ മൂല്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന ഒരു AI. ഇവരുടെ ലാംഗ്വേജ് മോഡലായ ഗ്രോക്ക് എക്സുമായി സംയോജിപ്പിച്ചിട്ടുണ്ട്. XAIയുടെ ഏതാണ്ട് പൂർണ്ണ ഉടമസ്ഥാവകാശം മസ്കിനാണ്. സ്റ്റാർലിങ്കും ബോറിംഗ് കമ്പനിയുമെല്ലാം അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് ബഹളങ്ങളുണ്ടാക്കാതെ നീങ്ങുന്നു. 2004-ലെ സ്പേസ് എക്സ് പോലെ. എക്സസി സ്പേസ് എക്സിൻ്റെ സ്റ്റാർ ബേസിനടുത്തുള്ള ഒരു ചെറിയ വീട്ടിലാണ് മസ്കിൻ്റെ താമസം. വെറും 400 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള വീട്. എന്നാൽ നിരവധി റിയൽ എസ്റ്റേറ്റ് ഹോൾഡിങ്ങുകൾ മസ്കിന് സ്വന്തമായുണ്ട്. വിമാനങ്ങൾ, യാട്ടുകൾ, ജ്വല്ലറി, ആർട്ട്, അങ്ങനെ നിരവധി ആസ്തികൾ ആ പേരിനൊപ്പം പറഞ്ഞു കേൾക്കുന്നു. മസ്ക് ഇപ്പോഴും പുലർച്ചെ 3 മണിക്കൂറായിരുന്നു. കാരണം ഇനിയും ചെയ്യാൻ ഒരുപാട് ബാക്കിയുണ്ട്. സമുദ്രങ്ങളെ മുഴുവനായി മനുഷ്യന് മനസ്സിലായിട്ടില്ല. റോക്കറ്റുകൾ ഇപ്പോഴും നിലത്തേക്ക് വീഴുന്നുണ്ട്. ചില മനുഷ്യർക്ക് ഇൻ്റർനെറ്റ് നിഷേധിക്കപ്പെടുന്നുണ്ട്. കമ്പനികൾ നിർമ്മിക്കാൻ മാത്രമല്ല മസ്ക് ശ്രമിക്കുന്നത്. സ്വപ്നം കാണാൻ യോഗ്യമായ ഒരു ഭാവി കെട്ടിപ്പടുക്കാൻ അയാൾ ലോകത്തിന് വലിയ സംഭാവന നൽകുന്നുണ്ട്. അവിശ്വസനീയമായ കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് പേർക്ക് അത് ധൈര്യം നൽകുന്നുമുണ്ട്.